الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد ഒന്ന് ഓതിയിട്ട് തുടങ്ങിയാലോ. سلام. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. ഒരാഴ്ചയുടെ وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. മാഷാ അല്ലാഹ്. ഇനി ആരാ ഒന്ന്? نعم حكيم جي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آيات من آيات ربهم إلا كانوا عنها معرضين. السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته. بسم الله. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീൻ്റെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു അവൻ്റെ കുറേ ഖുദ്റത്തുകൾ അതിനു മുമ്പ് പറഞ്ഞു. അള്ളാഹുവിനെ അടിമകൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന തരത്തിൽ ഇനി നൽകുന്നതൊരു നിർദ്ദേശമാണ്. അതായത് ചില ആളുകളുണ്ട്, അതായത് മക്കത്തുള്ള ഖുറൈശികളായ കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, മാ ബൈന ഐദീക്കും, നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ, വമാ ഖൽഫക്കും, നിങ്ങൾക്ക് പിറകിലുള്ളതിനെയും, ലഅല്ലക്കും, നിങ്ങളായേക്കാം, തുർഹമൂൻ, അനുഗ്രഹം ചെയ്യപ്പെടുന്നവർ, റഹ്മത്ത് നൽകപ്പെടുന്നവർ ആയേക്കാം. എന്താണ് ഈ നിങ്ങളുടെ മുമ്പിലുള്ളതും പിറകിലുള്ളതും എന്ന് അല്ലാഹു പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? ഇമാം ഖതാദ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മാ ബൈന ഐദീക്കും എന്ന് പറഞ്ഞാൽ ഇഹ്ദറു മാ വഖഅ ബിൽ ഉമമിസ് സാബിഖ, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച, കുരുത്തക്കേട് കാണിച്ച ആളുകളോട് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, മിനൽ ഉഖൂബാത്തി, ശിക്ഷാ നടപടികൾ. ഇപ്പം ബനൂ ഇസ്രായീലിൻ്റെ കഥകൾ ഒരുപാട് ഖുർആനിലുണ്ട്, ചരിത്രങ്ങൾ. അതിലൊട്ടുമിക്കതും അള്ളാഹു അവരുടെ കുരുത്തക്കേട് നിമിത്തം അവരെ പിടികൂടിയ ശിക്ഷാ നടപടികളുടെ രീതികളാണ്. അത് നിങ്ങൾ അറിയണം, എന്നിട്ട് അതിനെ നിങ്ങൾ സൂക്ഷിച്ചോളണം. അങ്ങനത്തെ നടപടി അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്നും വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. മൊത്തത്തിൽ വരൂല,
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മൊത്തത്തിലൊരു ശിക്ഷ അള്ളാഹു ഇറക്കൂല. എന്തുകൊണ്ട്? സുല്ലഹിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. പക്ഷെ എന്ത് ചെയ്യും? ചില ഓർമ്മപ്പെടുത്തലുകൾ വരും. അതിലാരും പെട്ടുപോകും? നല്ലവരും പെട്ടുപോകും. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ നിന്നും ദുൽമ കാണിക്കുന്നവരെ പ്രത്യേകമായിട്ട് അള്ളാഹു പിടികൂടൂല. ഒരു സ്ഥലത്ത് ഈ അനുസരണക്കേട് കാണിക്കുന്ന കുരുത്തം കെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മൊത്തത്തിലാണ് അദാബ് വരിക. അതിൽ നല്ലവരും വരും, ഈ കുരുത്തക്കേട് കാണിച്ച ആൾക്കാരും പെടും. പക്ഷെ ആഖിറത്തിൽ അവർ പിന്നെ വരുമ്പോൾ നല്ലവരെ നല്ല നിലക്കും മറ്റുള്ളവരെ ആ നിലക്കുമായിരിക്കും അള്ളാഹു കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്യുന്നല്ലേ, നമ്മളല്ലല്ലോ എന്ന ഒരു സമീപനം നമുക്ക് നല്ലതല്ല. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ, വ്യാപകമാകുന്നത് കാണുമ്പോൾ കുറച്ചെങ്കിലും നന്മയുള്ളവരുടെ ബാധ്യതയാണ് അവരെ എന്ത് ചെയ്യൽ? തിരുത്തൽ. തടയൽ എന്ന് പറയണ്ട, തിരുത്തൽ. അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കൽ, അവരെ ഉപദേശിക്കൽ. തടയാനും നിർബന്ധിക്കാനും നമുക്ക് എന്തില്ല? അവകാശമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നിർബന്ധിക്കൊന്നും വേണ്ട, പറഞ്ഞു കൊടുത്താൽ മതി. പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് അവർക്കിറങ്ങുന്ന ശിക്ഷ ബാധിക്കും. നാളെ ആഖിറത്തിൽ അവർ നിങ്ങൾക്കെതിരെ എന്നോട് പറഞ്ഞാൽ നീതിമാനായ എനിക്ക് നിങ്ങൾക്കെതിരെ തീരുമാനമെടുക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? തിന്മ കാണുമ്പോൾ അവരെ തിരുത്തൽ നിങ്ങളുടെ ബാധ്യതയായി. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സംഘം ഉണ്ടാവണം. എന്താ അവരുടെ ജോലി? നന്മയിലേക്ക് വിളിക്കുന്ന, തിന്മകളെ തിരുത്തുന്ന, തടയുന്ന ആളുകൾ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് എൻ്റെ അടുക്കൽ വിജയിച്ച ആളുകൾ. ആ ജോലി നിങ്ങൾ നിർത്തിയാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യും, പക്ഷെ നിങ്ങളുടെ ദുആയിന് ഉത്തരം കിട്ടാത്തൊരവസ്ഥ സംജാതമാവും. അപ്പൊ ഇതൊരു പ്രത്യേകം ടീമിന്റെ ജോലിയല്ല. ദീനറിയാവുന്ന, സത്യമറിയാവുന്ന വിശ്വാസികളുടെ ബാധ്യതയാണേത്? ഇങ്ങനെയുള്ളവരെ തിരുത്താനുള്ളത്. അതാണ് മാ ബൈന ഐദീക്കും. അങ്ങനെ തിരുത്താതിരുന്നപ്പോൾ ആളുകൾ മോശമാവുകയും അവർക്കെതിരെ അള്ളാന്റെ നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞ് അത് വരാതെ നിങ്ങൾ സൂക്ഷിച്ചോളണം എന്നവരോട് പറയപ്പെട്ടാൽ, വമാ ഖൽഫക്കും, നിങ്ങളുടെ പിറകെ വരാനിരിക്കുന്ന, ഐ ഇഹ്ദറു അദാബൽ ആഖിറ. ഇവിടെയും പ്രശ്നമാണ്. നാളെ ആഖിറത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഇവ രണ്ടിനെയും നിങ്ങൾ എന്ത് ചെയ്തോളണം? സൂക്ഷിച്ചു കൊള്ളണം എന്നവരോട് പറയപ്പെട്ടാൽ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് ആര് പറഞ്ഞു? ഇമാം ഖതാദ റഹിമഹുല്ലാഹു തആല, താബിഈങ്ങളിലെ പ്രഗൽഭനായ മുഫസ്സിറാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, സഈദ് ഇബ്നു ജുബൈർ, മുജാഹിദ് റഹിമഹുമുല്ലാഹു തആല. ഇബ്നു അബ്ബാസിനെ അറിയാമല്ലോ. മനാമിയുടെ ക്ലാസ്സിലുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? യൂനിസ് ഉണ്ട്. നമ്മളവിടെ ഇപ്പം ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താബിഈങ്ങളുടെ കൂട്ടത്തിലെ പ്രഗൽഭരായ മുഫസ്സിറുകൾ, അതിതെല്ലാം വരും. മുജാഹിദ്, ഖതാദ, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, പ്രഗൽഭരായ മുഫസ്സിറുകൾ. ഇവർ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത് മാ ബൈന ഐദീക്കും, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, എന്തിനെ? ഐ അദ്ദുനൂബൽ മാദിയ, കഴിഞ്ഞുപോയ നിങ്ങളുടെ പാപങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. തെറ്റുകൾ നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ബോധവാന്മാരാവണം, മറന്നു പോവരുത്. കൃത്യമായും തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നൊരവസ്ഥ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറയപ്പെട്ടാൽ. കാരണം തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്ന വാതിലാണ്. എത്ര വലിയ കൊടിയ പാതകയാണെങ്കിലും അവന്റെ മുമ്പിൽ എന്തുണ്ട്? തൗബയുടെ വാതിൽ മഫ്തൂഹൻ, തുറക്കപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ യമുദ്ദു യദഹു, അല്ലാഹു അവന്റെ കൈകൾ നീട്ടും അടിമകളിലേക്ക് രാത്രിയിൽ, ലിയതൂബ മുസീഅൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്ത അടിമകൾക്ക് തൗബ സ്വീകരിക്കാൻ.
പകലിൽ അല്ലാഹു, രാത്രിയിൽ അല്ലാഹു കൈനീട്ടും പകലിൽ തെറ്റ് ചെയ്ത അടിമകളുടെ തൗബയെ സ്വീകരിക്കാൻ. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ പറ്റി നിങ്ങൾ മറന്നു പോകരുത്. ആ മറവി നമ്മളെ അപകടത്തിലാക്കും. കാരണം തെറ്റ് മറന്നാൽ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവില്ല? ഇസ്തിഗ്ഫാർ ഉണ്ടാവില്ല. ഇന്ന് രാവിലെ 100 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. 1 2 3 4 5 6. ബാക്കി പിന്നെ തെറ്റ് ചെയ്യാത്ത മഹാന്മാരൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞേ പറ്റൂ. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. ഞാൻ വരെ എന്നാ പറഞ്ഞത്. ഞാൻ വരെ 70 അല്ലെങ്കിൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചവന്റെ ഹുക്കം എന്താ? കാഫിറാണ്, മുർത്തദ്ദാണ്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുരക്ഷിതത്വം നൽകിയ ഒരേ ഒരു മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്കിൽ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണം? ആ ഇസ്തിഗ്ഫാർ പറയാൻ നമ്മുടെ മനസ്സിന് ഓർമ്മ വരാതിരുന്നതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്തു? ചെയ്ത തെറ്റുകൾ മറന്നുപോയി. വല്ലാഹു ലാ യൻസാ. അല്ലാഹു എന്തില്ല? മറക്കൂല. കാരണം കുല്ലും ഫീ കിതാബിൻ മുബീൻ, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. ബാക്കി അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ ലഹാഫിദീൻ. അല്ലാഹു ഓർമ്മ നസീബാക്കി അനുഗ്രഹിക്കട്ടെ. വ ഇന്ന അലൈക്കും, തീർച്ചയായും നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ലഹാഫിദീൻ, നിങ്ങളെ സൂക്ഷിക്കുന്ന ചില ആളുകൾ. ബാക്കി കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. എന്താണ് ആ മാന്യത? എന്ത് ഓരോ ചലനവും ഓരോ മൈക്രോ പോയിന്റും എഴുതി വെക്കും, വിട്ടുപോകില്ല. അള്ളാഹ് ഏൽപ്പിച്ച ജോലിയിൽ അവർ നീതിമാന്മാരാണ്. എല്ലാം അള്ളാഹു മാപ്പാക്കി തരും. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഫജ്ർ മുതൽ ഇന്നിപ്പം മഗ്രിബ് നിസ്കരിച്ച് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തതോ പറഞ്ഞതോ കേട്ടതോ ചിന്തിച്ചതോ ആയ തെറ്റുകളെ കണക്കെടുത്താൽ കണക്ക് കിട്ടൂല. ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള കണക്ക് ഹാജരാക്കുന്ന ഈ 2 മലക്കിനടുത്തും അള്ളാഹു പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ എൻ്റർ ബട്ടണിൽ നക്കല് കട്ടക്കട്ടായിട്ട് അങ്ങനെ വന്നു. ചിലപ്പോൾ അന്ന് സഹാബത്തിന് ഈ കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്ന പോലത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു? ആ ഗൈബിനെ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഉദാഹരണങ്ങൾ കൊണ്ട് തന്നു. നിങ്ങളെ മൊബൈലിന്റെ ഒരു ബട്ടൺ നെക്കിയാൽ 1 വർഷത്തെ കണക്ക നിങ്ങളെ മുമ്പിൽ വരുന്നത്. എന്റെ മലായികത്ത് എഴുതുന്ന കിതാബ് എടുത്താൽ നിന്റെ ആയുസിന്റെ കണക്കെന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. അത്ര കൃത്യമായിട്ടുണ്ടാവും. കിറാമൻ കാത്തിബീൻ. ഇനി ചെയ്യാത്തത് എഴുതി വെക്കുവോ? ഈ ചങ്ങായി കുറച്ച് കുരുത്തം കിട്ടണം, അതുകൊണ്ട് ഇവൻ 2 ചെയ്യാത്തിരിക്കട്ടെ, അങ്ങനെ വിട്ടുവിടല്ലേ ഇവനെ. കിറാമൻ കാത്തിബീൻ. ഇനി ഇവൻ കുറച്ച് നല്ലോനാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹതാപം, ഒരു പിരിശം കൂടിയിട്ട് ഒരു ഫജ്ർ ഒന്നും കൂടെ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, 2 ഫജ്റിന്റെ കൂലി കിടക്കട്ടെ. ഇല്ല, കിറാമൻ കാത്തിബീൻ. ബാക്കി എന്തേനും അള്ളാഹു പറഞ്ഞു തരാട്ടോ. യഅലമൂന, അവരറിയുന്നുണ്ട്, മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം. ഇരുട്ടത്തും വെളിച്ചത്തും, റൂമിൻ്റെ ഉള്ളിലും പുറത്തും, ആൾക്കൂട്ടത്തിലും ഒറ്റക്കും. യഅലമൂന മാ തഫ്അലൂൻ. അത് ഓർക്കണം എന്നവരോട് പറയപ്പെട്ടാൽ. ഇതാണ് ഈ പറഞ്ഞത്. വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും, അഥവാ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നിങ്ങൾ ഇസ്തിഗ്ഫാറോടെ ജീവിക്കണം എന്ന് പറയപ്പെട്ടാൽ. വമാ ഖൽഫക്കും, നിങ്ങൾക്ക് പിറകിലുള്ളതിനെയും, ഐ അദ്ദുനൂബ അല്ലദീ സതഖഊന ഫീഹാ മുസ്തഖ്ബില, ഇനി നിങ്ങൾക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന, നിങ്ങൾ പെട്ടേക്കാവുന്ന തെറ്റുകളെയും നിങ്ങൾ എന്ത് ചെയ്തോളണം? സൂക്ഷിച്ചോളണം. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തത് എന്നല്ല, സാധ്യതയുള്ള വഴിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോളണം?
ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു തഖ്വൻ്റെ അർത്ഥം എന്താണ്? കൊറോണ അല്ല, പിന്നെന്താണ് തഖ്വ? കൊറോണനെ പേടിച്ചിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിട്ട മാസ്ക് ഇല്ലേ, അതാണ് തഖ്വ. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിൽ വീണുപോകലല്ല, ആ തെറ്റിലേക്ക് എത്തുന്ന വഴിയെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതാണ് അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് സിനയെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞത്? വലാ തഖറബു സിന ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, അഥവാ അതിൻ്റെ വഴിയിലേക്ക് വരെ നിങ്ങൾ പോവരുത്. അള്ളാഹു കാക്കട്ടെ. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ആ രണ്ട് വാക്കിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം. ചെയ്തു പോയ തെറ്റുകളെ ഓർത്തു വെച്ച് തൗബ ചെയ്തോളണം. ഉമാ ഖൽഫക്കും, വരാനിരിക്കുന്ന സംഭവിക്കാവുന്ന തെറ്റുകളുണ്ട്, അതിലൊന്നും വീണു പോവാതെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് പറയപ്പെട്ടാൽ. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇത്തഖൂ മാ ബൈന ഐദീകും. എന്താണ് ആയത്തിന്റെ അർത്ഥം? നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ, അഥവാ മാ മദാ മിൻ അഅമാലികും, കഴിഞ്ഞുപോയ നിങ്ങളുടെ ആയുസ് അത് പോയതാണ്, അത് കയ്യിൽ നിന്ന് പോയതാണ്, ഇനി ഒരിക്കലും തിരിച്ചില്ല, ഒരിക്കലും തിരിച്ചില്ല. കോടികൾ കൊടുത്താലും എന്താവില്ല, ഒരര വയസ്സ് പോട്ടെ. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച, ഇന്നിപ്പം ഇത്രയായി 7:45, കഴിഞ്ഞൊരു ഒരു 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 മണിക്കൂർ നമുക്കൊന്ന് കഴിഞ്ഞു പോയതിനെ ഒന്നുകൂടി ഇങ്ങോട്ട് നീട്ടി കിട്ടാൻ വിചാരിച്ചാൽ മണിക്കൂർ പോയിട്ടൊരു സെക്കൻഡ് ഇല്ല, അത് പോയതാണ്. നിന്നെ അമാരിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഓർമ്മ വേണം, നമ്മളെ കഴിഞ്ഞു പോയ ആയുസിനെ സംബന്ധിച്ച്. ഇതിൽ 40 കുറവുള്ള ആരൊക്കെയുള്ള? ഒന്ന്, റോഷൻ എത്ര വയസ്സായി? ഓ, ചിന്ന പയ്യൻ, വെച്ച് കുറച്ച് പ്രായമുണ്ടാവും. ബാക്കി എല്ലാവരും 40 കഴിഞ്ഞു എന്ന് വെച്ചാൽ യുവത്വം കഴിഞ്ഞു. ഗോൾഡൻ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു. എന്തിൻ്റെ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തഹ്ത ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. മഹ്ശറിൽ ഒരു തണലുമില്ലാത്ത സമയം അല്ലാഹു പ്രത്യേകം തണൽ കൊടുക്കുന്ന 7 വിഭാഗത്തിൽ ഒന്ന് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാവ്. കഴിഞ്ഞ 40 കൊല്ലം അങ്ങനെ ചെലവഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അവൻ മുവഫഖാണ്, പ്രത്യേകം തൗഫീഖ് കിട്ടിയ, ഭാഗ്യം കിട്ടിയവനാണ്. ഇനി അതല്ല, അങ്ങനെയല്ലെങ്കിൽ ആ ചാൻസ് പോയി. മാ മദാ മിൻ അഅമാലികും, കഴിഞ്ഞു പോയ ആയുസ്സിനെ പറ്റി നിങ്ങളൊന്ന് ഓർക്കണം, ശ്രദ്ധിക്കണം. നന്മയാണോ തിന്മയാണോ? തിന്മയാണെങ്കിൽ തൗബ ചെയ്യണം, നന്മയാണെങ്കിൽ ഹംദ് പറയണം, അല്ലാഹുവിന് ശുക്ർ പറയണം എന്ന് അവരോട് പറയപ്പെട്ടാൽ. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ഐ മാ ബഖിയ മിൻ ആജാലികും, ബാക്കിയുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ബാക്കിയുള്ള എത്ര? അല്ലാഹു അഅലം. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കസേരമിരിക്കുന്ന ഞാൻ, നിങ്ങൾ ചിലപ്പോൾ നാളെ ഈ സമയത്ത് ദുനിയാവിലേ ഉണ്ടാവില്ല. എപ്പോഴും അല്ലാഹുവിനോട് കാവൽ തേടണം. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, യാത്രയൊന്നും പറയാതെയുള്ളൊരു പോക്കുണ്ടല്ലോ, നമുക്ക് താങ്ങാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവർക്കും അതൊന്നും സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ. ഉമ്മാനിപ്പാനെയും കണ്ടിട്ട് കുറേ മാസങ്ങളായി, ഭാര്യ മക്കളെയും കണ്ടിട്ട് കുറേയായി, കാണാനുള്ള കൊതിയിലും പൂതിയിലാണ് ഉള്ളത്. വീഡിയോ കോളാക്കിയിട്ട് എത്ര കണ്ടാലും നേരിട്ട് കാണുമ്പോൾ ആവില്ലല്ലോ. കാണാൻ കൊതിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു എങ്ങാനും തിരിച്ചെടുത്താൽ എന്ത് കൊടുത്തിട്ടാ തിരിച്ചു വരിക? എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ പറയല്ലോ, പിന്നെ അഖിർനി ഇല അജലിൻ മുസമ്മ, ഒന്ന് കുറച്ചൊരു ലേറ്റ് പഠിച്ചവനെ പുറക്കൊന്ന് പോയിട്ട് ഉമ്മാനൊന്ന് കാണിട്ടിപ്പ, ഓടെയൊന്ന് കണ്ടിട്ട്, മക്കളൊന്ന് കണ്ടിട്ടെങ്കിലും 2 കൊല്ലമായിട്ട് കാത്തു നിൽക്കുന്നില്ലേ കാണാൻ. ഇതെല്ലാം പറയുന്നുണ്ടാവും, മരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരും പറഞ്ഞു തരില്ലല്ലോ. മരിക്കാൻ കിടക്കുന്ന ആളിത് പറയൂന്ന് ഖുർആനല്ലേ പറഞ്ഞ്, അഖിർനി, അത് ഉറപ്പാണ്.
അള്ളാഹു പറയാം, റൂഹിനെ പിടിക്കാൻ വന്നാൽ അവൻ പറയും, അള്ളാഹുവെ കുറച്ച് താമസം എന്താ, എല്ലാ മയ്യത്തുകളും അത് പറഞ്ഞിട്ടുണ്ടാകും. പറയുമ്പോൾ മലക്കൾ എന്ത് പറയും? കല്ല കല്ല, ഇനിയില്ല, എൻ്റെ ടൈമായിപ്പോയി. അതെപ്പോഴാണ്? എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയും. അള്ളാഹു ഏറ്റവും നല്ല അവസ്ഥയിലാക്കി തരട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അള്ളാഹു നമ്മളെ അവധി തീരുമാനിച്ചിരിക്കുന്നെങ്കിലും നല്ല ഈമാനികമായ അവസ്ഥയിൽ, റബ്ബിന് നമ്മളോട് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ നമ്മൾ അവസാനമാക്കി തരട്ടെ. രക്ഷപ്പെട്ടു പോകും. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അതുകൊണ്ട് തന്നെ ബൈന ഐദീക്കും അഥവാ കഴിഞ്ഞു പോയ നിങ്ങളുടെ ആയുസ്, വമാ ഖൽഫക്കും വരാനിരിക്കുന്ന ആയുസിൻ്റെ ബാക്കി എത്രയാണോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഫസ്തഇദ്ദു ലിലിഖാഇല്ലാ, അള്ളാഹുവിനെ നേർക്ക് നേരെ നല്ല നിലക്ക് കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളണം. വഖീല, ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. ഈ ആയത്തിൻ്റെ അർത്ഥം മാ ബൈന ഐദീക്കും ഐ ഉമൂറുദ്ദുനിയ വമാ ഫീഹാ മിനൽ ഫിതൻ, ദുനിയാവിൽ നിറഞ്ഞിരിക്കുന്ന ഫിത്നകൾ, ഫസാദുകൾ, നിങ്ങളെ ദീനിൽ നിന്നും അകറ്റിക്കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നിങ്ങൾ സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം, ഒരു കൺട്രോൾ വേണം, അതിൽ പെട്ടുപോകരുത് എന്നൊക്കെ അവരോട് പറയപ്പെട്ടാൽ. വമാ ഖൽഫകും ഐ അദാബുൽ ആഖിറ, പിറകിൽ എന്ന് പറഞ്ഞാൽ അഥവാ പെട്ടുപോയാൽ വരാനിരിക്കുന്ന ആഖിറത്തിലുള്ള ശിക്ഷയെപ്പറ്റി സൂക്ഷിക്കണം എന്നവരോട് പറയപ്പെട്ടാൽ അവരെന്തു പറയും? ലഅല്ലക്കും തുർഹമൂൻ, അഥവാ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് എന്ത് നൽകപ്പെട്ടേക്കാം? റഹ്മത്ത് നൽകപ്പെട്ടേക്കാം. എന്താണ് റഹ്മത്ത്? നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാനുണ്ട് വിശദമായിട്ട്, ഉസൂൽ സലാസിന്റെ ക്ലാസ്സിൽ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലഭിക്കലാണ്. ഒന്ന്, നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുക. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ഒരു വിശ്വാസി ഭയപ്പെടുന്നത് എന്തിനാ? നരകം, അള്ളാഹുവിൻ്റെ അതൃപ്തി, നരകം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണോ വേണ്ടത് ആ സംരക്ഷണം അള്ളാഹു നമുക്ക് തരിക. അതാണ് റഹ്മത്തിൻ്റെ ഒരു അർത്ഥം. രണ്ട്, അത് കിട്ടാൻ എന്ത് നന്മയാണോ ചെയ്യേണ്ടത് ആ നന്മ ചെയ്യാനുള്ള തൗഫീക്കും കിട്ടുക. റഹ്മത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് മഹദൂറ, നമ്മൾ എന്തിനെ പേടിക്കുന്നുവോ അതിൽ നിന്ന് സംരക്ഷണം, ആ സംരക്ഷണം കിട്ടാൻ എന്ത് നന്മ ചെയ്യണമോ ആ നന്മ ചെയ്യാനുള്ള തൗഫീഖ്. ഇത് അല്ലാഹ് തരാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇബാദത്തിനുള്ള തൗഫീഖ് അല്ലാഹു തരണം, ഇല്ലാതെ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഏത് നബിയായി പറഞ്ഞ്? ശുഐബ് നബി അലൈഹിസ്സലാം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. എന്തിനും ഇതാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയേക്കാം? നിങ്ങൾ എന്തിനെയാണോ സൂക്ഷിക്കുന്നത് അതിൽ നിന്ന് സംരക്ഷണം ഞാൻ തരും. ആ സംരക്ഷണം കിട്ടാൻ നിങ്ങൾ എന്ത് നന്മ ചെയ്യണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ നന്മക്കുള്ള തൗഫീഖും ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് തന്നെ ഫജ്റിന്റെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് അള്ളാന്റെ റഹ്മത്ത്. 2 റക്അത്ത് ഒന്നുകൂടി നിസ്കരിക്കണം. എന്തിന്? ആ റഹ്മത്ത് കിട്ടിയതിന്റെ ശുക്ർ കാണിക്കാൻ. സംഭവം പറഞ്ഞ മനസ്സിലായോ? ഒരു നന്മക്ക് തൗഫീക്ക് കിട്ടിയാൽ അതിനർത്ഥം എൻ്റെ റബ്ബ് എനിക്ക് റഹ്മത്ത് തന്നിരിക്കുന്നു, പിന്നെ അങ്ങോട്ടുള്ള നന്മ അതിന്റെ ശുക്റിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നസീബാക്കി തരട്ടെ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ലഅല്ലല്ലാഹ ബി ഇത്തിഖാഇകും ദാലിക്, നിങ്ങൾ ഈ സൂക്ഷ്മത പാലിച്ച കാരണത്താൽ ചിലപ്പോൾ അല്ലാഹുവായേക്കാം യർഹമുക്കും, നിങ്ങൾക്ക് റഹ്മത്ത് തന്നേക്കാം, വയുഅമ്മിനുക്കും മിൻ അദാബിഹി, അവന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചേക്കാം. ഇത് സൂക്ഷിച്ചാൽ എന്നവരോട് പറയപ്പെട്ടാൽ അവരെന്ത് ചെയ്യും എന്നുള്ള പറയുന്നില്ല. അവരെന്ത് ചെയ്യും എന്നല്ലാഹു പറയുന്നില്ല. മറിച്ച് ആ ആയത്തെ അവസാനിപ്പിച്ച് അടുത്ത ആയത്തിലേക്ക് പോവാൻ. അടുത്ത ആയത്ത് ഏതാ? വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവിടെയാ പിന്നെ മറുപടി വരുന്നത്. അത് ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് ശേഷം ലഅല്ലക്കും തുർഹമൂന് ശേഷം പിന്നെ
അതിന്റെ ജവാബിനെ സങ്കല്പിച്ചു. അതായത് വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ മാ ബൈന ഐദീകും, നിങ്ങൾ മുമ്പിലുള്ളതിനെ സൂക്ഷിക്കണം, വമാ ഖൽഫക്കും, നിങ്ങൾക്ക് പുറകിലുള്ളതിനെ സൂക്ഷിക്കണം എന്ന് പറയപ്പെട്ടാൽ, എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റഹ്മത്ത് ലഭിക്കുകയും ചെയ്തേക്കാം എന്നവരോട് പറയപ്പെട്ടാൽ, ഉത്തരം അല്ല പറഞ്ഞില്ല, പറയപ്പെട്ടാൽ സങ്കല്പിച്ചു, അവരെന്ത് ചെയ്യും? ഫഇദാഹും മുഅ്രിദൂൻ, അതിനെ ഇങ്ങോട്ട് സങ്കല്പിച്ചു, അവരങ്ങനെ മുഖം തിരിയുകയും അതിനോട് എന്താ വാക്കർത്ഥം പറഞ്ഞ ഏറാദിന്റെ പിന്തിരിയുകയും അവഗണിക്കുകയും ചെയ്യും. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല മനോഹരമായ ഒരു തഫ്സീർ പറഞ്ഞു അവിടെ. എന്തുകൊണ്ടാണ് അള്ളാഹു അവിടെ ജവാബ് പറയാതിരുന്നത്? ജവാബ് മീൻസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഉത്തരം ഏതിന്റെ? അങ്ങനെ പറയപ്പെട്ടാൽ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടണമല്ലോ. ആ ഉത്തരം അവിടെ അള്ളാഹു പറയാതിരുന്നത് അറബി ഭാഷയുടെ ഒരു സാഹിത്യ രൂപമാണ്, ഖുർആനിന്റെ മനോഹരമായ അവതരണത്തിനുള്ള ഒരു തെളിവ് കൂടിയാണ്. അതായത് അങ്ങനെ പറയപ്പെട്ടാൽ ആരോടാണോ പറഞ്ഞത് അവരിൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന പ്രതികരണം എല്ലാവരുടെയും ഒന്നായിരിക്കൂല. ചില ആൾക്കാരെന്ത് ചെയ്യും? സ്വീകരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ പറയപ്പെട്ടാൽ ചില ആൾക്കാരുണ്ടാവും, അവരെന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നതിനെ സ്വീകരിച്ച് നല്ല വഴിക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നല്ല വഴിക്ക് ചിലപ്പം വരും. മറ്റു ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്നും മുണ്ടൂല, കേട്ടിട്ട് ആയിക്കോട്ടെ അസ്സലാമു അലൈക്കും പോവുകയും ചെയ്യും. ചില ആളുകൾ എന്ത് ചെയ്യും? യസ്തക്ബിർ, അഹങ്കാരം കാണിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ മൂടി വെക്കലാണ് കിബർ. നല്ല കന്തൂറ ഇട്ടാൽ കിബറാവൂല, നല്ല പേനും കുപ്പായും നല്ല ഷൂവും വാങ്ങിയിട്ടാൽ കിബറാവൂല. സത്യം അറിഞ്ഞിട്ട് തന്നെ മൂടി വെച്ചാൽ അത് കിബറാണ്. അങ്ങനെയൊക്കെ ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാലും ഇവൻ പറഞ്ഞിട്ട് ഞാൻ നന്നാവാൻ, അത് ശരിയാവില്ലപ്പ, അങ്ങനെ ഉണ്ടാവും. വേറെ ആരെങ്കിലും പറയട്ടെ, ഇവൻ പറഞ്ഞിട്ട് നന്നാവുമ്പോൾ ഞാൻ എന്തായാലും ഒരു കുറഞ്ഞ പോലെ തോന്നിപ്പോകുന്നു, ഇസ്തിക്ബാർ ഉണ്ടാവും. ചില ആൾക്കാർ അഹങ്കരിക്കും. ഒമിനഹും മയ്യസുബ്ബുദ്ദാഇ, ചില ആളുകൾ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ചീത്ത പറയും, തെറി പറയും. നിങ്ങൾ മുത്തതിയാണ്, നിങ്ങൾ എന്താണ്, ഇതാണ്, നീ എൻ്റെ വഴി നോക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ആക്ഷേപിക്കും. ചില ആളുകൾ മയ്യുജാദിൽ, തർക്കിക്കാൻ വരും. അതല്ല ശരി, ഇതല്ല എന്ന് പറഞ്ഞിട്ട് തർക്കിക്കും. ചിലപ്പോൾ ബുദ്ധിപരമായിട്ട് എനിക്ക് തർക്കിക്കുക, യുക്തികൾ പറഞ്ഞ് തർക്കിക്കും. ചില ആളുകൾ യുഖാതിലു വയുദി, യുദ്ധം ചെയ്യാനോ ബുദ്ധിമുട്ടാനോ അടിക്കാനോ ബോംബിടാനോ തകർക്കാനോ ഒക്കെ ശ്രമിച്ചേക്കാം. ഇതെല്ലാം സംഭവിച്ചേക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹു എന്തു പറയാത്തത്? ജവാബ് പറയാത്തത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫഹിംതും? വ്യക്തമായിട്ട് മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് അള്ളാഹു ജവാബ് പറയാതെ അവിടെ അങ്ങ് നിർത്തിയത്. ആ ആയത്തിൽ അവിടെ അങ്ങ് നിർത്തി. നിങ്ങൾ ഇത് മനസ്സിലായിക്കോ. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഈ പറയപ്പെട്ട എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പൊ പറയുമ്പം എന്ത് ശ്രദ്ധിച്ചോളണം? ഇങ്ങനെയെല്ലാം പ്രതികരണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കോ. പക്ഷേ ആരാണോ കേട്ടത് അവൻ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടവൻ തന്നെയാണ്. ഇനി ആരാണ് ഈ പറയുന്നവൻ? വഇദാ ഖീല ലഹും, എന്താ അർത്ഥം? പറയപ്പെട്ടാൽ. അപ്പൊ ആ ഫായിൽ അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും? അള്ളാഹ് പറയട്ടെ. അഹങ്കാരികൾ അങ്ങനെ ഉണ്ടല്ലോ. വിശ്വാസികൾക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല. ഇല്ലെങ്കിൽ എന്ത് പറയും? അള്ളാഹു പറഞ്ഞാന്നല്ല പറഞ്ഞത്, നീ പറഞ്ഞാൽ നല്ലല്ലോ, അള്ളാഹു എന്നിട്ട് പറയട്ടെ. ഇല്ലെങ്കിൽ റസൂല് പറഞ്ഞാൽ എന്നുള്ള ഫായിലിനെ പറയുന്ന ആളെ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറയാം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇവിടെ മാത്രം എന്ന് എവിടെ മൗലവി എന്നല്ലേ ചോദിച്ചു? മനസ്സിലായില്ല. അള്ളാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അള്ളാഹനോട് മാത്രമേ സഹായം തേടാവൂ. വെല്ലുവിളിക്കുന്നു 1000 കുതിര ശക്തിയോടെ. ഇവിടെ മാത്രം എന്ന് പറയുന്ന ലഫ്ദ് കാണിക്കാൻ തയ്യാറുണ്ടോ മൗലവി? പറ്റുമോ? മനസ്സിലായില്ല. ഇല്ല, അങ്ങനത്തെ ലഫ്ദിലില്ല. പിന്നെ ആ ഘടനയിലാണ് അർത്ഥമുള്ളത്. ഇയ്യാക്ക ആദ്യം വന്നിട്ട് ഫിഇല് പിന്നെ വന്നതിനെ കൊണ്ടാണ് മാത്രം എന്ന അർത്ഥം കിട്ടിയത്. ഒരു ലഫ്ദ് കാണിക്കാൻ പറഞ്ഞാൽ ആ വാക്കിൽ എന്തില്ല? മാത്രം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന അറബി പദം ആ ആയത്തിലില്ല. അങ്ങനെ ചില കുബുദ്ധികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്ന അല്ലാഹ് ഫായിലിനെ മാറ്റി പറഞ്ഞ അതുകൊണ്ടാണ്. ആര് വന്ന് സത്യം പറഞ്ഞെന്നാലും മനസ്സിലായോ?
ഫായിലിനെ മുബഹമാക്കുക എന്ന് പറയും അറബി ഗ്രാമർ അനുസരിച്ച്. മുബഹം എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക. ഫായിലിനെ പറയില്ല, ആര് പറഞ്ഞാൽ എന്ന് പറയില്ല. അപ്പൊ എന്തെല്ലാം അവിടെ നമുക്ക് സങ്കല്പിക്കാം? അള്ളാഹു പറഞ്ഞതായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായാലും പ്രബോധകന്മാരും ഉസ്താദുമാരും ഉപദേശകന്മാരും പറഞ്ഞത് ആര് വന്നു പറഞ്ഞു തന്നാലും എന്ന അർത്ഥമാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ എന്തു പറയാത്തത്? ഫായിലിനെ പറയാതെ പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞത്, ഇന്നാള് പറഞ്ഞാൽ എന്ന് പറയാതെ. ഫഹിംതും? ഖുർആൻ ഈ സൂറ യാസീൻ ഓതുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വരണോട്ടോ, എന്നാലേ ക്ലാസ് മുതലാവും. അല്ലെങ്കിൽ വന്നിരുന്നിട്ട് നമുക്ക് പോവും, വലിയ രസം ഉണ്ടാവില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനെ ഉള്ളറിഞ്ഞ് പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഈ ആയത്തിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, അന്നൽ ഇൻസാൻ, ഒരു മനുഷ്യൻ, ഇദാ അഅറദ അൻ ദീനില്ലാഹ്, അള്ളാഹിന്റെ ദീനിനെ അവഗണിച്ചാൽ, വസ്തക്ബറ, അഹങ്കരിക്കുകയും ചെയ്താൽ. അപ്പൊ ദീനിനെ അവഗണിക്കലാണ് എന്ത്? അഹങ്കാരം. അത് വന്നാൽ കാന ഉർദതൻ ലിൽ അദാബ്, അവൻ തീർച്ചയായും അല്ലാഹുവിന്റെ അദാബിന് കാരണക്കാരനായിരിക്കുന്നു. ഇമ്മാ ഫിദ് ദുനിയാ ഔ ഫിൽ ആഖിറ, ഒന്നുകിൽ അവിടെ തന്നെ ദുനിയാവിൽ തന്നെ കിട്ടും. ഔ ഫിൽ ആഖിറ, ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലോ ആഖിറത്തിൽ ഉറപ്പാണ്. ഔ ഫിദ് ദുനിയാ വൽ ആഖിറ, അല്ലെങ്കിൽ ഇവിടെയും കിട്ടും ആഖിറത്തിനും കിട്ടും. ഓൻ്റെയൊക്കെ ജീവിതം നശിച്ച ജീവിതം. ആഖിറം പോയി എന്ന് പറഞ്ഞാൽ പോയില്ലേ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, പിന്നെ അവിടെ ഒരു മരണമില്ല, പുതിയ ജീവിതമില്ല. ഖാലിദീന ഫീഹാ, കാലാകാലത്തേക്കാണ്. മഹാഭാഗ്യവാന്മാർ കാലാകാലത്തേക്കുള്ള സ്വർഗത്തിന്റെ വക്താക്കൾ. ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവർ കാലാകാലത്തേക്കുള്ള നരകവാസികൾ. അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്നമ, വലതുപക്ഷവും ഇടതുപക്ഷവും. ഏതാ വലതുപക്ഷം? പ്രതീക്ഷത്തിന്റെ പാർട്ടിയാ അല്ലേ? അസ്ഹാബുൽ ജന്ന, അള്ളാഹു നസീബാക്കി തരട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, വെറുതെ കിട്ടൂല. വലതുപക്ഷത്തിൻ്റെ മെമ്പർഷിപ്പ് അങ്ങനെ വെറുതെ കിട്ടൂല. പണിയെടുത്താലേ കിട്ടും, കഷ്ടപ്പെട്ടാലേ കിട്ടും. എന്നാൽ ഇടതുപക്ഷത്തിലും എപ്പം കയറിപ്പോയാലും ഷാളിട്ട് തരും, എപ്പം പോയാലും കൊടിയും പിടിച്ചിട്ട് പോവാം, മുമ്പ് തന്നെ നടന്നെന്ന് പറയും. അള്ളാഹു കാക്കട്ടെ. അസ്ഹാബുന്നാർ, സെക്കൻഡ് കൊണ്ട് നരകത്തിന് അവകാശിയാവാം. സ്വർഗത്ത് പോവാൻ ഒരു ജന്മം മുഴുവൻ പണിയെടുക്കണം. സ്വർഗം അത്ര വിലപിടിപ്പുള്ളതാണ്. അള്ളാഹു നസീബാക്കി തരട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അമലുകളും മറ്റും വെച്ച് ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പകരം സ്വർഗം എന്താന്ന് പറയാൻ പറ്റൂല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് പറഞ്ഞ വാക്ക്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ജന്നത്തുൽ ഫിർദൗസ് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാനതിന് അർഹനല്ല. അത് അദ്ദേഹത്തിൻ്റെ താഴ്മയും പേടിയുമാണ്. ഇബാദത്ത് അമലും ഇല്ലായിട്ടല്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അതേസമയം വല അഖ്വ അലാ നാരിൽ ജഹീം, നരകത്തിന് തീ എനിക്ക് സഹിക്കാനും പറ്റില്ല. പ്രതീക്ഷയും പേടിയും, അൽ ഈമാനു ബൈനൽ ഖൗഫി വറജ, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. അള്ളാഹു അമൽ ചെയ്യുന്നുണ്ട് സ്വർഗത്ത് പോവാൻ, പക്ഷെ അത് ശരിയാവുമെന്നറിയില്ല. എന്നാലോ നീ നിൻ്റെ പ്രത്യേക കാരുണ്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിലാക്കണം. പ്രതീക്ഷയും പേടിയും അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. രണ്ടാമത്തൊരു ഫായിദ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേകിച്ചൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ ഇഖ്ബാല ഇലല്ലാഹ്, ഒരാൾ എനിക്ക് മനസ്സിലായില്ല. ആ ആ അള്ളാഹു തെറ്റെടുത്ത് നമ്മൾ കാക്കട്ടെ. അഥവാ തെറ്റ് ചെയ്തു പോയാൽ പാപങ്ങളോട് കൂടിയ ഒരു നഫ്സിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ല. പാപക്കറയുള്ള ഒരാൾക്ക്
സ്വർഗപ്രവേശനം ഇല്ല. ഇനി ഉണ്ടാവാം, തൗഹീദോടുകൂടെ അവിടെ എത്തിയ പാപികളോട് റഹ്മാനായ റബ്ബ് പ്രത്യേകം കരുണ കാണിച്ചാൽ. മനസ്സിലാക്കണേ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരാൾ മുവഹിദാണ്, അള്ളാഹനല്ലാണ്ട് ദുനിയാവിൽ വിളിച്ചിട്ടില്ല, പക്ക തൗഹീദിൻ്റെ ആളാണ്, പക്ഷെ കള്ളുകൂടിയനാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ പലിശക്കാരനാണ്. ഈ പറഞ്ഞ മൂന്നും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റല്ല, പക്ഷെ മഹാപാപങ്ങളാണ്. ഇയാൾ തൗബ ചെയ്യാണ്ട് മരിക്കുകയും ചെയ്തു. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പാപിയാണ്, പക്ഷേ നരകത്ത് പോവാണ്ട് സ്വർഗത്തിൽ പോവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുള്ളത് കൊണ്ട്? തൗഹീദുള്ളത് കൊണ്ട്. അങ്ങനെ കിട്ടിയവൻ കിട്ടി. ഓനെന്താ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാ? കഴിച്ചലായി. അവൻ കഴിച്ചലായി. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. കഴിച്ചലായി. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇങ്ങനെ കുത്തി മറിഞ്ഞ് തെറ്റ് ചെയ്തിട്ട് വന്നവനാണ്. അവിടെ എത്തി, അള്ളാഹു വിളിച്ചു, ഫഅൽ തക്കഥ, നീ മെനാമെ പോയിട്ട് 200 മില്ലി അടിച്ചിട്ടടാ. അയ്യ റബ്ബ്, അത് ഞാൻ അടിച്ചിനി. നീ അങ്ങോട്ട് പോയില്ലേ? ആ, ഞാൻ പോയിനി. എല്ലാം സമ്മതിച്ചു, എല്ലാം. റസൂലുള്ളാഹി പറഞ്ഞു, എത്രത്തോളം ഓൻ വിചാരിക്കും ഞാൻ നശിച്ചു, എൻ്റെ കഥ കഴിഞ്ഞു. പക്ഷെ അള്ളാഹു പറയും, ഇന്നലക ഇൻദി ഹസന, ഒരു നന്മ എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ആ പിത്താക്ക ആ കാർഡ് പുറത്തെടുക്കും, അതിലുണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ എന്നെ വിട്ട് കളിച്ചില്ല, നീ എൻ്റെ അഖ്ലൂഖാത്തുകൾ എൻ്റെ പകരാക്കിയില്ല, ശിർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ ചെയ്തതെല്ലാം ദുനിയാവിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഒളിപ്പിച്ചു വെച്ചിന്. ഓരോ അറിയിച്ചില്ല. ഇവിടെ ഞാൻ ഒന്നും അറിയിക്കുന്നില്ല, അതേപോലെ ഒളിപ്പിച്ചു വെച്ചേക്കാം. ഗഫർതു ലക, പൊരുത്തപ്പെട്ട് തന്നു, നീ വിട്ടോളി. ഓനാണ് കൈച്ചലായവൻ, ശരിക്കും പറഞ്ഞാൽ ലക്കി മാൻ. ഇത് സംഭവിക്കും. ഇനി അതല്ല, ആ കരുണ അള്ളാഹു കാണിച്ചിട്ടില്ലെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് എത്രയാണോ ശിക്ഷ, അതിനനുസരിച്ച് നരകത്തിൽ കിടന്നേ പറ്റുള്ളൂ. ഡേഞ്ചറാണ്. അള്ളാഹു പുറത്തേരട്ടെ. അതിനാണ് ഇസ്തിഗ്ഫാർ, അതിനാണ് തൗബ. ഒരു രക്ഷയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അവസാനം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നവർ, അവർ ആ പാപത്തിനനുസരിച്ച് കത്തിയിട്ട് പിന്നെ കൽക്കിരി പോലെ, ഷോലയില്ലേ, എന്തിനു പറയാം, കോയിൽ പോലെയായിട്ടുണ്ടാവും. സ്വർഗത്തിൻ്റെ മുമ്പിലുള്ള നെഹ്റുൽ ഹയ എന്ന പേരുള്ള ആ നദിയിൽ അവരെ മുക്കിയെടുക്കും. അവരിങ്ങനെ പുതിയ ഇലകൾ തളിർത്ത് വരുന്ന ചെടികളെ പോലെ ഉതിർന്ന് വരും, പൊന്തി വരും. എന്നിട്ട് പറയും, ഇനി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. ലാസ്റ്റ് അപ്പോൾ പാപങ്ങൾക്കനുസരിച്ച് തൗബയില്ലാണ്ട് മരിച്ചു പോയതാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? ഇസ്തിഗ്ഫാറിലും തൗബയിലും. ഒരു ഷെയ്ഖിനോട് ചോദിച്ച ഒരാൾ, ഷെയ്ഖെ ഞാൻ തൗബ ചെയ്യും, പിന്നെയും തെറ്റ് ചെയ്യും, പിന്നെയും തൗബ ചെയ്യും, പിന്നെ എൻ്റെ കഥ അങ്ങനെ തന്നെ. നമ്മളെ കഥ എങ്ങനെയാണ്? അങ്ങനല്ലേ? അങ്ങനെയായിരിക്കും. നമ്മൾ മനുഷ്യന്മാരല്ലേ ഭായി? പിന്നെയും തൗബ ചെയ്യും, പിന്നെയും തെറ്റ് ചെയ്യും, പിന്നെയും ടെൻഷനാവും. ഷെയ്ഖെ ഇവനോട് അള്ളാൻ്റെ നടപടി എങ്ങനെയായിരിക്കും? തൗബ ചെയ്യുന്നു, പിന്നെയും തെറ്റ് ചെയ്യുന്നു. ഷെയ്ഖ് പറഞ്ഞെന്തറിയോ? ഓൻ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. തെറ്റ് ചെയ്യാണ്ട് തൗബയില്ലല്ലോ. ഓൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഒരു തെറ്റ് വന്നുപോയി, സാഹചര്യത്തിന് വഴങ്ങി വന്നുപോയി, പിന്നെ കുറ്റബോധം, ഭയങ്കര ടെൻഷൻ. അള്ളാഹു മാപ്പാക്കിയിട്ട് അള്ളാഹ് ചെയ്തു പോയി റബ്ബേ. പിറ്റേന്ന് രാവിലെ അതേ തെറ്റ് പിന്നെയും ചെയ്തു പോവാണ്. അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബു അത്തവ്വാബീൻ, ഓന അള്ളാഹുവിന് ഇഷ്ടമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ ഇപ്പോഴും കാണാം. ഇതേപോലത്തെ ഒരു ചോദ്യം വന്നു. ഷെയ്ഖെ, ഇവൻ രാവിലെ തെറ്റ് ചെയ്യും, ഉച്ചയ്ക്ക് വന്നിട്ട് തൗബ ചെയ്യും, കരഞ്ഞു വിളിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ. വൈകുന്നേരം പിന്നെ അങ്ങനെ തന്നെ, പിന്നെ രാത്രി തൗബ ചെയ്യും, രാത്രി പിന്നെ അങ്ങനെ തന്നെ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വല്ലാണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്, തെറ്റോട് തെറ്റ്. ഷെയ്ഖിൻ്റെ ഫത്വ എന്താ? നമ്മളെന്താ പറയാ? എന്ത് മനുഷ്യനാണ് പോയി, എനിക്ക് മാപ്പ്, കൂരിത്തം കെട്ടോ, നീ അള്ളാഹിനെ കളിയാക്കല്ലടാ. ഉലമാക്കൾ അങ്ങനെ മറുപടി പറയില്ല. അടിമകളെ നിരാശരാക്കരുത്, അടിമകളെ പ്രോത്സാഹിപ്പിക്കാനേ പറ്റൂ. അള്ളാഹു റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എല്ലാത്തിനേക്കാളും വലുതായി എൻ്റെ റഹ്മത്തി, പിന്നെ എന്തിനാ നമ്മൾ നിരാശരാക്കുന്നത്? ഷെയ്ഖ് പറഞ്ഞെന്താ അറിയോ? അൻത അലാ ഖൈർ, അൻത അലാ ഖൈർ,
നിനക്ക് തൗബ ചെയ്യാൻ തോന്നുന്നില്ലേ? അതിനർത്ഥം എന്താ അറിയോ? നീ ഖൈറിലാണ്, നീ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആളാ. അതുകൊണ്ടാണ് നീ തൗബ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നീ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അതില്ലെങ്കിൽ നിനക്ക് തൗബനെ പറ്റിയുള്ള ചിന്ത വരൂല. മറിച്ച് തെറ്റുകളിൽ എന്ത് കാണും? അഭിമാനം കാണും. രാവിലെ വന്നിട്ട് പറയും, മോനെ ഞാൻ ഇന്നലെ എവിടെന്നറിയോ, ഞാൻ ഇന്നലെ ഇവിടെയാണ് നല്ല കിട്ടുന്ന സ്ഥലം, ജുഫേറിൽ. ഇന്നലെ ജുഫേറിലാണ് മോനെ രാത്രി അടി അടിച്ചെന്നറിയോ, ഇന്നലെ പാമ്പ് ഞാൻ ഇന്നലെ റോഡ് സൈഡിലാണ് കിടന്നു ഉറങ്ങിയ മോനെ എന്ന് പറയും രാവിലെ വന്നിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുജാഹിർ അള്ള മറച്ചു വെച്ച് തെറ്റിന് ആളുകളുടെ മുന്നിൽ പരസ്യപ്പെടുത്തുന്നവൻ, അവൻ്റെ കാര്യം അപകടമാണ്. അവന് തൗബ ചെയ്യാൻ തോന്നൂല, കുറ്റബോധം വരൂല. കുറ്റബോധം വരുന്നെങ്കിൽ അതിനർത്ഥം ഉള്ളിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. അതിങ്ങനെ പോവാ, ബാക്കി അള്ളാഹ്. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപവും പൊറുക്കുന്നവനാണ് അള്ളാഹു. ആ പ്രതീക്ഷയിൽ തന്നെ ജീവിക്കണം. ഹുഖൂഖുൽ ഇബാദ്, അടിമകളുടെ കടപ്പാടുകൾ, ബാധ്യത രണ്ടാണ്. ഒന്ന് അള്ളാഹിനോട്, അത് അള്ളാഹ് വെറുതെ വിട്ടുതരും. പോയിക്കോട്ടെ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ മാപ്പ്. എൻ്റെ അടിമകളുമായി നിനക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിട്ട് വാ. അവർ മാപ്പാക്കിയാലേ എനിക്ക് മാപ്പാക്കാൻ പറ്റൂ. കാരണം എന്നോടുള്ള ഹക്കല്ല, എൻ്റെ അടിമനോടുള്ള ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ദീനാറ വലാ ദിർഹം, അവിടെ നിങ്ങൾക്ക് ഹക്ക് പൂർത്തിയാക്കാൻ ദീനാറും ദിർഹമും ഉപയോഗപ്പെടുത്താൻ പറ്റൂല. അവിടെ പകരം കൊടുക്കേണ്ടി വരിക അമലുകളായിരിക്കും. ഫുള്ള് പാപ്പരനായിപ്പോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളി. സാമ്പത്തിക ഇടപാട്, എന്തെങ്കിലും വർത്തമാനത്തിൽ ദേഷ്യത്തിലോ ചീത്ത പറയുക, ആരോപണം പറയുക, അനാവശ്യമായിട്ട് ഉപദ്രവിക്കുക, വിഷമിപ്പിക്കുക, ഒരു പരിപാടിക്കും പ്രിയപ്പെട്ടവരെ നിൽക്കണ്ട. ഒരു പരിപാടിക്ക് നിൽക്കുക. അന്യൻ്റെ കാര്യത്തിൽ ഇടപെടാനേ നിൽക്കണ്ട. ഉപകാരം ചെയ്യാൻ പറ്റുമോ ചെയ്തെടുത്തോളി, ഉപദ്രവത്തിന് പോവേ വേണ്ട. എന്താണ് സൽസ്വഭാവം? ഒരാൾ നമ്മൾ മുത്തുപോലത്തെ മനുഷ്യൻ എപ്പോഴാണ് പറയുക? 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, കഫുൽ അദ, എൻ്റെ ഭാഗത്ത് നിന്നും അന്യന് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ. അത് ഞാൻ വാശി പിടിച്ചേ പറ്റൂ, ഞാനത് ശ്രദ്ധിച്ചേ പറ്റൂ. ഒരുത്തൻ്റെ കാര്യത്തിലും ഇടപെടാൻ പോണ്ട. ഉപദേശിച്ചോളി. ഉപദേശിക്കുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെ ഉപദേശിക്കല്? എന്ത് ചങ്ങായി ചെയ്താൻ നമുക്ക് ഇങ്ങനെയാ ജീവിക്കൽ. എന്നാലും ദുനിയാവിൽ ഇതിൻ്റെ പേര് ഉപദേശം എന്നാ അദ്ദീനു അന്നസീഹ, രഹസ്യമായിട്ട് പറയും. ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, എടാ ഇങ്ങനെ കേട്ടല്ലോ, നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ശരിയല്ല, ക്ലാസ് കഴിഞ്ഞു, ഉത്തരവാദിത്തം കഴിഞ്ഞു. വേറെ വലാ തജസ്സസു, അല്ലാഹ് പറഞ്ഞല്ലേ, വലാ തജസ്സസു, നിങ്ങൾ ജാസൂസുകളാവരുത്. ആരാൻ്റെ കാര്യം ഇങ്ങനെ കുത്തി അന്വേഷിക്കുക. അതിൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ. അതിലെന്തോ ഒരു പ്രത്യേക സുഖമാണ്. ക്ലാസ്സിലെല്ലാം വന്ന് ഈ പെണ്ണുങ്ങളല്ലേ, ഇവരാരും ഞാൻ ഒന്നും പറയുന്നില്ല, ഇതൊക്കെ മാഷാ അല്ലാഹ് മഹദികളാണ്, ഒരു സംശയം ഇതില്ല. പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ മംഗലത്തിലെല്ലാം പോയിട്ട് ഇനി ബിരിയാണിയിലും വെച്ചിട്ട് അല്ലണേ നമ്മളെ മറ്റോളില്ലേ, ആണ് അതന്നെയാണേ, ഞാനും അറിഞ്ഞില്ലേ. പിന്നെ തുടങ്ങി ഓളുവായി ഇവളുവായി മറ്റോളുവായി, അല്ലാഹ് എല്ലാം കഴിഞ്ഞു. വലാ തജസ്സസു, അള്ളാൻ്റെ നെഹിയാൻ. വലാ തജസ്സസു, നിങ്ങൾ ജാസൂസിൻ്റെ പണിയെടുക്കണ്ട. ആരെ പറ്റിയും ആലോചിക്കാനും ചിന്തിക്കാനും നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നാ അള്ളാഹ് പറയുന്നത്. ഓൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്തെങ്കിലും അറിഞ്ഞു ഫതബയ്യനു, ഓനോട് തന്നെ ചോദിച്ച് വ്യക്തത വരുത്ത്. ശരിയാണോ തെറ്റാണോ, ആ വെറുതെ ആരോപണമാണോ? അപ്പോൾ ഓൻ പറയുമല്ലോ, ഉപദേശിക്കാൻ പറ്റുമോ, ഉപദേശിച്ചോളി, ഖല്ലി വിട്ടേക്കും ക്ലാസ്, ഇനി ഞാൻ നോക്കിക്കോളാം. വലാ യഗ്തബ് ബഅദുകും ബഅദ, എന്താ അർത്ഥം? പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയരുത്. നമുക്കിതെന്നെ ജോലി. അള്ളാഹു മാപ്പാക്കി തരട്ടെ. അവരുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാണ്ട് മാപ്പ് കിട്ടൂല, ഭയങ്കര ഡേഞ്ചറാണ്. കഫുൽ അദ, എൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾക്കും. ഇനി എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് ബദ്ലുന്നദ. രണ്ടാമത്തെ സൽസ്വഭാവത്തിൻ്റെ നിർവചന പറയുന്നത് ബദ്ലുന്നദ, അങ്ങോട്ട് ഉപകാരം എത്ര ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ന്റെ മോള് ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, വ്യഭിചാരാരോപണം വന്നു. മഅദല്ലാഹ് ലഅനഹുമുല്ലാഹ്. ആയിഷ ബീവിക്ക് അന്ന് എത്ര വയസ്സാ?
9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 15 വയസ്സ് ഈ ആരോപണം വന്ന സമയം 15 വയസ്സ് ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ. എത്ര കരഞ്ഞ് ആയിഷ ബീവി റസൂലുള്ളാഹിക്ക് വിഷമം, സങ്കടം, ആകെ മദീന ആകെ ഇരുട്ടിലാണ്, എല്ലാവരും കണ്ണീരിലാണ്. 2 മാസം റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് മിണ്ടാതിരുന്നത്. 2 മാസം. റസൂലുള്ളാഹിക്ക് ഖൈബറിയില്ലെന്ന് മനസ്സിലായില്ലേ? റസൂലുള്ളാഹിക്ക് ഖൈബറിയില്ലെന്ന് മനസ്സിലായില്ല. എത്ര സങ്കടമായി. ആയിഷ, നീ സത്യം പറ, നിനക്ക് വന്നു പോയോ, തെറ്റ് പറ്റിയോ? ആയിഷ ഒന്നും മുണ്ടാണ്ട് പിന്നെയും കരച്ചിൽ തുടങ്ങും. എന്ത് ചെയ്യാനാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടി. മിസ്തഹ് എന്ന് പറയുന്നൊരു സഹാബി, അയാളും ഈ ആരോപണത്തിൽ പെട്ടിട്ടുണ്ട്. മൂപ്പരാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന കിറ്റ് വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. കിറ്റ് മനസ്സിലായോ? ഒരു മാസത്തേക്കുള്ള കിറ്റ് അബൂബക്കർ സിദ്ദീഖ കൊടുക്കുന്നത് ചെലവിന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കിറ്റും തിന്നു, എൻ്റെ മോളെ പറ്റി ആരോപണം പറഞ്ഞ മിസ്തഹിന് ഇനി ഞാൻ കൊടുക്കുന്ന പ്രശ്നമില്ല. അർശിൻ്റെ മുകളിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു. നോക്കണേ, ആയത്ത് വന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തേര് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞാൽ, അടിമക്ക് പുറത്തു കൊടുത്തൂടെ, ആ കിറ്റങ്ങ് കൊടുത്തൂടെ, പകരം ഞാൻ നിങ്ങൾക്ക് പുറത്തേരുന്നല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. അബൂബക്കർ സിദ്ദീഖ് കേട്ടു, ഓടി വന്നു പള്ളിയിലേക്ക്, യാ റസൂലല്ലാഹ്, അള്ളാഹു നമുക്ക് പുറത്തേന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ മിസ്തഹ് മരിക്കുന്നവരുള്ള കിറ്റ് ഏറ്റെടുത്തിരിക്കുന്നു. ഖലാസ്. ചെയ്യാൻ പറ്റുമോ? അതാണ് ബദലുന്നത, അതാണ് സൽസ്വഭാവം. ന്യായം എൻ്റെ അടുത്താണ്, എന്നാലും എന്ത് വെക്കുക? എൻ്റെ ന്യായം എനിക്ക് യുദ്ധം ചെയ്ത് വാങ്ങാനുള്ള അനുവാദം ഇസ്ലാം തരുന്നുണ്ട്. യുദ്ധം ചെയ്ത് എനിക്ക് വാങ്ങാം. പക്ഷെ അവിടെ ഈ സൽസ്വഭാവം എന്താ അറിയോ? പോട്ടിപ്പം കല്ലി വഴി. അള്ളാഹ് കരീം. അറിവുകൾ പറയുന്ന വാക്കില്ലേ, അള്ളാഹ് കരീം, വല്ലാത്തൊരു വാക്കത്. പോട്ട് പ്രശ്നമില്ല. ബദലുന്നത, ഏറ്റവും നല്ല സ്വഭാവം. മൂന്നാമത്തെ എന്താ അറിയോ? തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത. ആരെ കണ്ടാലും ഒന്ന് ചിരിച്ച് കൈപിടിച്ച് സലാം പറഞ്ഞ് കൈഫ ഹാലുക്കും. അറബിയോട് ചോദിക്കുന്നുണ്ടില്ല, ഉമ്മാക്ക് എങ്ങനെയുണ്ട്, ഉപ്പാക്ക് എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, സുഖമല്ലേ? ഒരു 3-4 പ്രാവശ്യം തന്നെ ചോദിച്ചിരിക്കും സലാം പറഞ്ഞ ഉടനെ. തലാഖത്തുൽ വജ്ഹ്, എല്ലാവരോടും. ഇത് ചില ആളെ കാണുമ്പോൾ 10 കൊല്ലമായിട്ട് പരിചയമുള്ള ചങ്ങായി ആയിരിക്കും. മിഞ്ഞാന്ന് കണ്ടാൽ പോയി. എന്തിനാ അല്ലാഹു അസ്സലാമു അലൈക്കും. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് സലാം പറയുന്നത്. കുറേ കൊല്ലം കേട്ട് കണ്ടതാ. അസ്സലാമു അലൈക്കും. ഈ സൽസ്വഭാവത്തിൽപ്പെട്ടല്ല. തലാഖത്തുൽ വജ്ഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എന്താ അറിയോ? ആദ്യമായി വന്നൊരാൾ സംസാരിച്ചാൽ അയാൾക്ക് തോന്നും, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ എന്നെയാ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വർത്താനം പറയാം. ഒരാൾ കൈ പിടിച്ചാൽ, മുസാഫഹ ചെയ്ത് കൈ പിടിച്ചാൽ, അയാൾ കൈയൂരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തിരിച്ചിങ്ങോട്ട് വലിക്കൂല. അതാണ് സ്വഭാവം, സൽസ്വഭാവം. അതുകൊണ്ട് ഹുഖൂഖുൽ ഇബാദ് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. ആഖിറത്തിൽ പെട്ടാൽ പെട്ടത് തന്നെ. ആ ഹദീസ് അറിയാലോ, അതദറൂന മനിൽ മുഫ്ലിസ്. എൻ്റെ ഉമ്മത്തിലെ പാപ്പരൻ ആരാന്നറിയോ നിങ്ങൾക്ക്? സഹാബാക്കൾ പറഞ്ഞു, മല്ലാ ദിർഹമ ലഹു വലാ മതാ. ദുനിയാവിൻ്റെ വസ്തുക്കളോ പൈസയോ ഒന്നും ഇല്ലാത്ത ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വൽ മുഫ്ലിസു മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിലെ പാപ്പരെന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളം നന്മയുമായി സ്വർഗത്തിലേക്ക് പോകാൻ വരും. പക്ഷെ അടിമകളോടുള്ള ഹക്കുകൾ ബാക്കിയുണ്ടാവും. അത് പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹു പറയും, നന്മകളെല്ലാം അങ്ങോട്ട് കൊടുക്കും, തിന്മയെല്ലാം ഇങ്ങോട്ട് വാങ്ങും. സ്വർഗത്ത് പോകാൻ വന്നവൻ തിരിച്ച് നരകത്തിലേക്ക് കൊല്ലും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഫായിദ ഷെയ്ഖ് പറഞ്ഞു, അന്നൽ ഇഖ്ബാല ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് മുന്നിടുക, വജ്തിനാബ മഅസിയതിഹി, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് സബബുൽ റഹ്മ, അള്ളാഹിന്റെ അടുത്തു നിന്നും റഹ്മത്ത് കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. കാരണം അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ലഅല്ലക്കും തുർഹമൂൻ. നമ്മൾ പറയുന്നില്ലേ, എന്ത് ചെയ്യാനാ ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. കുറേ കൊല്ലായില്ലേ ബഹ്റൈനിൽ വന്നിട്ട്, എന്താണെന്നറിയില്ലോ, ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയില്ല. എന്തായാലും പറയാം, നിങ്ങൾ നടൻ ഭാഷയെ പറഞ്ഞേ, ക്ലച്ച് തന്നെ. അത് ഞാൻ എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്താണെന്നറിയില്ല, ഒരു ഇതില്ല. എന്തായിരിക്കും? സംതിങ് റോങ്, എന്തോ രഹസ്യമായി സംഭവിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതെന്തോ
വാക്കിലോ പ്രവൃത്തിയിലോ ഇരുട്ടത്തോ വെളിച്ചത്തോ ഒറ്റക്കോ കൂട്ടത്തിലോ സംഭവിക്കുന്നുണ്ട്. അതാണ് റഹ്മത്ത് തടയപ്പെടുന്നത്, അതാണ് റിസ്ക് തടയപ്പെടുന്നത്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കൽ നമ്മളെ മിടുക്കാം. അത് കണ്ടുപിടിക്കുക, അതിനെ തിരുത്തുക, പിറ്റെന്ന് മലവെള്ളപ്പാച്ചൽ വരുന്ന പോലെ അള്ളാഹുവിൻ്റെ റിസ്ക് വരും. നോക്കിക്കോ. കാരണം അള്ളാഹിലേക്ക് മുന്നിടുന്നതും തെറ്റുകളിൽ നിന്ന് ഒഴിവാകുന്നതും ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. ഇല്ലേ റഹ്മത്ത് തടയപ്പെടും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പാവങ്ങൾ പുറത്ത് നമുക്ക് കാണുമ്പോൾ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇസ്തിദ്റാജ് എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. ഇസ്തിദ്റാജ്, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. അർത്ഥം എന്താ അറിയോ? സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഓനറിയാത്ത വഴിയിൽ നിന്ന് ഞാനിങ്ങനെ കൂട്ടിക്കൊടുക്കും പോലെ. നിസ്കരിക്കലില്ല, മേലെ ചൊവ്വ ഫജ്ർ നിസ്കരിക്കൂല, ജമാഅത്ത് നിസ്കരിക്കൂല, തെറി പറയും, പലിശക്ക് പോവും, അതേപോലെ തന്നെ കള്ളുപിടിക്കും, തോന്നിവാസങ്ങൾ ചെയ്യും. പക്ഷേ ദുനിയാവിലെ ജീവിതത്തിന് ഒരു കോട്ടമില്ല. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും. ഞാനിങ്ങനെ കോരി കൊടുക്കും. ഇവനിങ്ങനെ നെഞ്ചും പിരിച്ച് എന്ത് വായി, നമ്മളിതൊക്കെ ചെയ്തിട്ട് അമ്മക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അതാണ് ഇസ്തിദ്റാജ്. ആയത്തുള്ള അവസാനിപ്പിച്ചെന്താ അറിയോ? ഇന്ന കൈദി മതീൻ. എൻ്റെ തന്ത്രം വളരെ വളരെ സൂക്ഷ്മമായ തന്ത്രമാണ്. ഈ കൊടുക്കുന്നില്ല ഞാൻ, ഇവനറിയില്ല. അത് ഒരു ദിവസം ഓണ് ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. ആ അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഒരു ഭാഗത്ത് ഒരുപാട് പാപങ്ങളുണ്ട്, മറുഭാഗത്ത് ദുനിയാവ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നന്മയല്ല, അത് അപകടത്തിൻ്റെ സൂചനയാണ്. അത് അപകടത്തിൻ്റെ സൂചനയാണ്. وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. ഒരു രാജ്യത്തെ നാം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ റിസ്ക് തിരിച്ചെടുക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് പറഞ്ഞെന്താ അറിയോ? അമർന മുത്രഫീഹ, അവിടെ ഞാൻ സുഖലോലുപന്മാരെ ഉണ്ടാക്കുക പറഞ്ഞു. കോരിക്കൊടുക്കും. അങ്ങനെ സുഖിച്ച് ആർത്തി തീർത്ത ഒരു ജീവിക്കും. അതിലങ്ങ് മുഴുകും, ആണ്ടുപോകും. പിന്നെ അള്ളാനെ മറന്നു, ദീന് മറന്നു, എല്ലാം മറന്നു, സുഖജീവിതം. അപ്പോഴായിരിക്കും ഞാൻ തീരുമാനിച്ച സമയം വരിക. നശിപ്പിച്ച് നാമാവിശേഷമാക്കി തരിപ്പണമാക്കി കളയും ഞാൻ. തിരിച്ചു വരാൻ അവർക്ക് പിന്നെ സാധിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ആയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം കൂടിയുണ്ട്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ചില ആളുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ അല്ലെങ്കിൽ റഹ്മാൻ എന്ന ഇസ്മിനെ അംഗീകരിക്കുന്നില്ല. അശ്അരികളെ സംബന്ധിച്ചിടത്തോളം, അശ്അരി എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്നും ക്ലിയറായിട്ട് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാൻ പറ്റൂല. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മളോട് ഈ അസ്മാ വസിഫാത്തിന്റെ വിഷയത്തിൽ യോജിക്കുന്നുണ്ട്, ചില കാര്യത്തിന് നമുക്കെതിരുവാണ്. അതിലൊന്നാണ് ഇവരെന്ത് ചെയ്യില്ല, റഹ്മത്തിനെ അവര് അംഗീകരിക്കൂല. അതിന്റെ കാരണം അവര് ബുദ്ധിയെ എന്ത് ചെയ്തു? പ്രയോഗിച്ചു. അവര് ബുദ്ധിയെ പ്രയോഗിച്ചു. അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. തൗഹീദ് എത്ര വിഭാഗമുണ്ട്? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്താണ് തൗഹീദുർ റുബൂബിയ്യ? അള്ളാഹു മാത്രമാണ് റബ്ബ്. തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും അവൻ എങ്ങനെ പറഞ്ഞെന്നോ അവന്റെ റസൂൽ എങ്ങനെ പറഞ്ഞെന്നോ അങ്ങനെ അംഗീകരിക്കാം. വ്യാഖ്യാനിക്കാൻ പറ്റൂല, ഉപമിക്കാൻ പറ്റൂല, ഉദാഹരിക്കാൻ പറ്റൂല, രൂപം പറയാൻ പറ്റൂല. മിൻ ഗൈരി തഅ്വീലിൻ വലാ തംസീലിൻ വലാ തക്യീഫിൻ വലാ തഅ്തീൽ. ഇതാണ് 4 നിബന്ധനകൾ. അശ്ശരികൾ എന്ത് ചെയ്തു? റഹ്മത്ത് എന്ന സിഫത്തിനെ വ്യാഖ്യാനിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞുകൂടാ, അത് അള്ളാഹുവിന്റെ ഇഹ്സാനാണ്, അള്ളാഹു നന്മ ചെയ്യുന്ന അതിൻ്റെ ഉദ്ദേശം. കാരണം കാരുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഒരു ബലഹീനനാക്കുന്ന പോലെയാണ് അവർ വ്യാഖ്യാനിച്ചു. കാരണം വലിയ രാജാവല്ലേ അള്ളാഹു, രാജാതിരാജനല്ലേ,
അപ്പോൾ ആ രാജൻ്റെ ആ ഒരു പവറിന് ചേരാത്തൊരു വാക്കാണ് എന്ത്? കരുണയുള്ളവൻ, ഒരു പാവം, ഒരു ബലഹീനത എന്നവരതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ അല്ല, പൈസക്കാരായ ആൾക്കാർക്ക് കരുണയുണ്ടെന്ന് പറഞ്ഞൂടെ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പറയില്ലേ, വല്ല പൈസക്കാരൻ വലിയ അധികാരി, എന്നാലും ആളെന്താണ്, ഒരു പാവാണ് എന്ന് പറയില്ലേ? സാധാരണ പറയുമല്ലോ. അള്ളാഹ്ക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? അവരവരുടെ ബുദ്ധിയെ ഉപയോഗിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചു. റഹ്മാൻ എന്ന സിഫത്ത്, റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹുവിന് ഉള്ളതാണ്. അവൻ രാജാതിരാജനാണ്, അവൻ അർശിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷെ അതോടൊപ്പം എന്തുവാണ്? കരുണയുള്ളവനാണ്, അടിമകളോട് വളരെ കാരുണ്യം കാണിക്കുന്നവനുമാണ്. റഹ്മാൻ എന്ന സിഫത്ത് ഖുറൈശികളും എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേരിനെ അംഗീകരിച്ചിട്ടില്ല. ഖാലു വമർ റഹ്മാൻ, അവർ ചോദിച്ചല്ലേ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ. ഖൈർ, അതും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കണം. ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അപ്പം അള്ളാഹ്ക്ക് എന്തുണ്ട്? റഹ്മത്ത് എന്ന സിഫത്തും ഉണ്ട്, റഹ്മാൻ എന്ന പേരും ഉണ്ട്. ഖൈർ, ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെന്ത് പറഞ്ഞു? വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം. അർത്ഥം പറഞ്ഞ വമാ തഅതീഹിം കഴിഞ്ഞാഴ്ച പറഞ്ഞതാട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ അർത്ഥം പറയിപ്പിക്കുന്നത്. വമാ തഅതീഹിം അവർക്ക് വന്നിട്ടില്ല, മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും, മിൻ ആയാതി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട, ഇല്ലാ കാനു അവരായിട്ടല്ലാതെ, അൻഹ ആ ദൃഷ്ടാന്തത്തെ തൊട്ട്, മുഅ്രിദീൻ തിരിഞ്ഞു കളഞ്ഞവർ ആയിട്ടല്ലാതെ. അതായത് ഈ പറയപ്പെട്ടവർക്ക് അള്ളാഹിൻ്റെ എന്ത് ദൃഷ്ടാന്തങ്ങളും എത്ര ഉപദേശവും പറഞ്ഞു കൊടുത്താലും കണ്ടാലും അവരെന്ത് ചെയ്യും? അതിനെ അവഗണിക്കും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ശർഈയ, മറ്റൊന്ന് കൗനിയ. ആയത്തുൽ ശർഈയ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൂടെ അള്ളാഹിനെ സംബന്ധിച്ച് പറയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ. അപ്പം അള്ളാഹു പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. അതാണ് ശർഈയായ ആയത്തുകൾ. അതിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻഡാക്കൂല, അള്ളാഹുവിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ തയ്യാറാവൂല. അതായത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു മഖാമ് അവൻ്റെ കൽബിൽ ഉണ്ടാവില്ല. മഖാം മീൻസ് ഒരു സ്ഥാനം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വെറുതെ പേടിക്കുന്ന പോലെയല്ല, മഖാം ഉണ്ടാക്കിയവൻ പേടിക്കുക. അള്ളാഹു എന്ന ആ ഒരു ശക്തിയെ അവൻ്റെ കൽബിൽ ഒണിന്നവനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. വഖാറത്ത്, ആ ഗാംഭീര്യം, അത് വന്നിട്ട് പേടിക്കണം അല്ലാതെ. ഒരു 2 സ്വർഗമുണ്ട് എന്ന വാദ. ഈ മഖാം ഉണ്ടാവൽ എങ്ങനെയാ? അവനെ പറ്റി അറിയണം. എങ്ങനെ അറിയണം? ശർഈയായി ഖുർആനിലും ഹദീസിലും അള്ളാഹിനെ പറ്റി വന്നതൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും അള്ളാഹിനെ പറ്റി ഒരു ധാരണ മനസ്സിൽ വരണം. അപ്പോഴാണ് അല്ലാഹു അക്ബർ. സ്കാരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഖുശൂ. ഖുശൂ എന്താ? ഖുശൂ എന്ന് പറഞ്ഞാൽ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ല, മൈൻഡ്ഫുൾ, ഹദാറത്തുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം. അതാണ് ഖുശൂ, ഹൃദയ സാന്നിധ്യം. ഞാൻ നിസ്കാരത്തിലാണ് എന്ന ബോധത്തോടെ നിസ്കരിക്കുന്നതിൻ്റെ പേരാണ് ഖുശൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഏതോ ലോകത്തേക്ക് പോക്കല്ല, അത് സൂഫികളുടെ നിസ്കാരമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിസ്കാരത്തിന് ഖുശൂ കിട്ടാനുള്ള എന്തെല്ലോ പരിപാടിയെല്ലാം കാണിക്കുന്നതാണെന്നുണ്ട്. ഹറാം. അങ്ങനെ ഏതോ ലോകത്തേക്ക് പോയിട്ട് നിസ്കാരം ഇല്ല ദുനിയാവിൽ. അത് സൂഫികൾ ഉണ്ടാക്കിയെടുത്തതാണ്. അത് പിന്നീട് എന്തെങ്കിലുമൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലൊന്നും അടിമപ്പെട്ടു പോകണ്ട, അങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ട. അതായത് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പരിസരബോധം നഷ്ടപ്പെട്ട് ഏതോ ഒരു എന്ത് ലോകം എന്താ പറയാ, ഒരാത്മീയ ലോകത്തേക്ക് സഞ്ചരിക്കലാണ് നിസ്കാരം. നോ, തെറ്റ്. അങ്ങനത്തെ നിസ്കാരമില്ല. പരിസരബോധമില്ലാത്ത ഒരു അവസ്ഥ മനുഷ്യരിൽ എപ്പോഴാണ് ഉണ്ടാവുക? ഒന്നുകിൽ പിരാന്തനാവണം, അല്ലെങ്കിൽ 200 മില്ലി അടിക്കണം, ഇല്ലെങ്കിൽ ഗുളിക കഴിക്കണം. ഏത് ഗുളിക? മറ്റേ ഗുളിക. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഉറങ്ങിപ്പോവാ. അല്ലാണ്ടൊരു പരിസരബോധം
അങ്ങനെ ഒന്നില്ല. അത് സൂഫിയുടെ നിസ്കാരമാണ്. കെട്ടിക്കഴിഞ്ഞാടിയോ എത്തുക ഇല്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇങ്ങനെല്ലാം കോരി വാരി വലിച്ചിട്ട് പിന്നെ ഒത്തിയോൻ. അത് നിസ്കാരമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിട്ടില്ല. പിന്നെ അമ്മക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുക? ഞാൻ നിസ്കാരത്തിലാണ് എന്ന് ബോധാവനാവില്ല. ശബ്ദമെല്ലാം കേൾക്കും. വേറെ ഏതോ ലോകത്തെത്തിയാൽ പിന്നെ ഇമാം ഫാത്തിഹ നാമ്യം പറയണ്ടേ? പിന്നെ നാമ്യം പറയാൻ പറ്റുമോ? പിന്നെ എവിടെയോ ആത്മീയ ലോകത്തെത്തിയിട്ടുണ്ടാവില്ലേ? ഇമാമിൻ്റെ അള്ളാഹു പറയുന്നു കേൾക്കാൻ പറ്റുമോ? അങ്ങനത്തെ നിസ്കാരം ഇല്ല വൈ. നമ്മളും വെറുതെ വിശ്വാസത്തിലാവണ്ട. ചില ആൾക്കാർ പറയും സാർ തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. അങ്ങനെ നിസ്കാരം ഉണ്ടാവുക. പിന്നെന്താ വെച്ചാൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് നല്ല റാഹത്തായിട്ട് AC ഇട്ട വഴിയിലൊക്കെ പോയിട്ട് തൂണും ചാരികൾ നിന്നിട്ട് കണക്കെല്ലാം കൂട്ടി വരവ് ചെലവ് പുറക്കെ കേൾക്കേണ്ടത് ബാങ്കിലിടേണ്ടത് എല്ലാം കഴിയുമ്പോഴേക്കുണ്ട് അള്ളാഹു അക്ബർ. എന്താ പറയുക, ഞാനും അള്ളാഹു അക്ബർ. അത് പറ്റൂല. കൊണ്ടുവരാൻ ശ്രമിക്കുക ആയത്തുകളിലേക്ക്. ഇത് അർത്ഥം അറിഞ്ഞാൽ മതി, ഖുർആൻ അറിഞ്ഞാൽ മതി. ഹദാറത്തുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യമാണ് ഖുശൂ. അത് കിട്ടണമെങ്കിൽ ഞാൻ ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം. ഞാൻ ആരെ മുമ്പിലാണ് കയ്യും കെട്ടി നിൽക്കുന്നത്, ഞാൻ ആരോടാ പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് പറയുമ്പോൾ അള്ളാഹു പറയും ഹമദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അത് നമുക്ക് കേൾക്കണം. അതിൻ്റെ പേരാ ഖുശൂ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അതിന് മഖാം ഉണ്ടാവണം. അള്ളാഹു ആരെന്ന് അറിയണം. അവൻ്റെ മുമ്പിൽ, ബോസിൻ്റെ മുമ്പിൽ എങ്ങനെ ഇൻ്റർവ്യൂവിന് പോവാം? ഒരു ബർമുടയും ഒരു കയ്യില്ലാത്ത ടീഷർട്ടും ഒരു ക്യാപ്പെല്ലാം തിരിച്ച് വലിച്ചിട്ട് യോയോ സ്റ്റൈലിൽ പോയിട്ട് ബോ എന്ന് പിന്നെ ബോസിനോട് പറഞ്ഞ എന്തായാലും കുറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ അവസ്ഥ. നിസ്കരിക്കാൻ ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്? രാത്രി ഉറങ്ങുമ്പോൾ ട്രാക്ക് സൂട്ട്, പുറത്തിങ്ങനെ പിന്നെ ജുറാസിക് പാർക്കിലെ ദിനോസറിൻ്റെ മുഖം ഉണ്ടാവും, അതിൻ്റെ അടിയിൽ വല്ല ഡയലോഗും ഉണ്ടാവും. അതെല്ലാം ഇട്ടിട്ട് മുടിയും വാരിയിട്ടുണ്ടാവില്ല, താടി വാരിയിട്ടില്ല. ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്? റബ്ബുൽ ആലമീനോട് മുനാജാത്ത് ചെയ്യാൻ. മുഅ്മിൻ അങ്ങനെ പോകാൻ കഴിയില്ല. മുഅ്മിൻ അങ്ങനെ പോകാൻ കഴിയില്ല. പോകുന്ന ആരെന്നറിയോ? ആരുടെ ഖൽബിൽ അള്ളാഹുവിൻ്റെ മഖാമില്ലയോ ഓനങ്ങനെ പോകും. മഖാമുള്ളവൻ എണീക്കും, കുളിക്കും, കുപ്പായോടും സ്പ്രേ അടിക്കും. ഓള് ചോദിക്കും എങ്ങോട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് മംഗളത്തിൽ 2-3 ഉണ്ടാ? ഇല്ല മോളെ, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാൻ, അള്ളാഹിനോട് സംസാരിക്കാൻ പോവാൻ. അതാണ് നിസ്കാരം. അത് വേണമെങ്കിൽ ഈ മഖാമ് ഖൽബിൽ വരണം. ബിൽ ആയാത്തി ശറഇയ്യ, അതിനെന്ത് വേണം? ഖുർആനിലും ഹദീസിലും അള്ളാഹിനെ പറ്റി പറഞ്ഞു തന്നത് പഠിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇട്ടിട്ട് പള്ളിയിലേക്ക് പോകും. ശ്രദ്ധിക്കന്നെ വേണം. അപ്പം നമ്മൾ ചോദിക്കും, അപ്പോൾ സഹാബാക്കളൊക്കെ അങ്ങനെ പോയതാ? പാവങ്ങൾ താഴെ ഒറ്റ കുപ്പായേ ഉള്ളൂ, ഒരു തുണിയേ ഉള്ളൂ സഹാബാക്കൾക്ക്. നിങ്ങൾ പഴയ കുട്ടൂസിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാ? വാതിലുമയിലെ കുട്ടൂസിന് എങ്ങനെ തുണി കൊടുക്കല്? ഇങ്ങനെ ഇട്ടിട്ട് കഴുത്തിനിട്ടല്ലേ? അങ്ങനെ സഹാബാക്കൾ തുണി കൊടുത്ത്. ഒറ്റ തുണിയെ പല ആൾക്കാർ കൈമേലുള്ളൂ. പക്ക ഫക്കീറന്മാരാണ്. അവർ നടക്കുമ്പം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുക, ഔറത്ത് ഒളിവാകാതിരിക്കാൻ. നമ്മളെന്താ വിചാരിച്ച സഹാബാക്കളെ പറ്റി? ഇല്ല, ശുദ്ധിയുള്ളതായ മതി, നേസല്ലാത്തതായ മതി. പിന്നെ കുഫാറിൻ്റെ കളറും ആവാൻ പാടില്ല. ഏത് കാവി പറ്റില്ല. റസൂലുള്ളാഹി നിരോധിച്ചതാണത്. ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുക. എന്തുകൊണ്ടാണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എണീച്ച് പോയില്ലേ മുസല്ലിൽ നിന്ന്? എന്തിനാണെന്നറിയോ? റസൂലുള്ളാഹി എണീച്ചാൽ സഹാബാക്കൾ എന്ത് ചെയ്യും? എണീച്ച് പോവും. സഹാബാക്കൾ എണീച്ച് പോയി കഴിയുമ്പോൾ ബാക്കിൽ ആരുണ്ട്? സ്ത്രീകളുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ പിന്നാലെ പോവുക, പെണ്ണുങ്ങൾ പോവുക. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. സഹാബാക്കൾ ഒറ്റ തുണിയിലാണ് ഇരിക്കുന്നത്. ബാക്കിൽ ആരാണ് ഉള്ളത്? പെണ്ണുങ്ങളാണ് ഉള്ളത്. അത് ഡേഞ്ചറാണ്. എങ്ങനെയായിരിക്കും സഹാബാക്കൾ ജീവിച്ചിട്ടുണ്ടാവാക്കുക? അത് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിച്ചു പോയിക്കൂടെ? എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈല്? എങ്ങനെയാണ് അവർ ജീവിച്ചത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? ഭൂലോക പണ്ഡിതനാണ്. ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ. പക്ഷേ തിന്നാൻ വകയില്ലാത്തൊരു ഫക്കീറാണ്. വെറും ഫക്കീർ, പച്ച ഫക്കീർ. ഒന്നും കൈമലില്ല, ഒന്നുമില്ല. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ പുറക്കേക്ക് പോയി റളിയല്ലാഹു അൻഹു. ഞാൻ പോയതെന്തിനാ അറിയോ? എന്നോട് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്.
അബൂഹുറൈറ എന്തെങ്കിലും തിന്നോ, എന്തെങ്കിലും കുടിച്ചോ എന്നോട് സിദ്ദീഖുൽ അക്ബർ ചോദിക്കും. അപ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരുമല്ലോ. അത്ര വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോയി, എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ആകെ നിരാശനായി. ഞാൻ ഉമറിൻ്റെ പുരക്കേക്ക് പോയി. എൻ്റെ മനസ്സിൽ ഉമറിനെ സന്ദർശിക്കലല്ല. അവിടെ പോയി കഴിയുമ്പോൾ ഉമർ ചോദിക്കും, അബൂഹുറൈറ എന്തെങ്കിലും തിന്നിനോ കുടിച്ചിനോ? അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരും. അതിന് പോയതാണ്. ഉമറും ചോദിച്ചില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. റഹ്മത്തുൽ ലിൽ ആലമീൻ. തൻ്റെ അനുയായികൾ ആരും അല്ലാഹു റസൂലിന് കൃത്യമായിട്ട് അറിയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചെന്താ അറിയോ? അബൂഹുറൈറ വല്ലതും കഴിച്ചു? ഞാൻ പറഞ്ഞ നബിയെ, കഴിക്കാൻ എനിക്കൊന്നുമില്ല, ഞാൻ പട്ടിണിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു വീട്ടുകാരോട്, ഹൽ ഇൻദകും മിൻ ഷൈ, നിങ്ങളുടെ കൈമിൽ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ നിന്ന് മറുപടി ഒന്നുമില്ല. പോയ അബൂഹുറൈറയെ പോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലും ഫക്കീറാണ്, ഒന്നുമില്ല, കൈമിലില്ല, മിസ്കീനാണ്, പട്ടിണിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ നിൽക്ക്, കുറച്ചേക്കും എന്തെങ്കിലും വരും, അപ്പോൾ നമുക്ക് തിന്നാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഒരു ഗ്ലാസ് പാലുണ്ട്, ആ കൊണ്ടുവരാൻ പറഞ്ഞു. അബൂഹുറൈറ, ഇതിൻ്റെ ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ട് വാ. അഹ്ലുസുഫ 10-70 ആൾക്കാരുണ്ട്, ഇതിൻ്റെ ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ട്. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോയി, യാ അല്ലാഹ്, ഒരു ഗ്ലാസ് പാല്, എൻ്റെ ചങ്ങാതിമാർ മുഴുവനും വരും, ആർക്കായി തികയ്യ? വിശപ്പെങ്ങനെ മാറുക? പക്ഷേ പ്രിയപ്പെട്ടവരെ, അബൂഹുറൈറ കേട്ടത് റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനയാണ്. പിന്നെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. പോയി വിളിച്ചിട്ട് വന്നു. എന്താ സംഭവിക്കാമെന്ന് നോക്കേണ്ട കാര്യമില്ല. വിളിക്കാൻ പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നു, എൻ്റെ അടുത്ത് ക്ലാസ് തന്നു, പാല് തന്നിട്ട് പറഞ്ഞു, അബൂഹുറൈറ കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവേ, ഇവരൊക്കെ കുടിച്ച് തീരുമ്പോഴേക്ക് എനിക്കെനിക്ക് കിട്ടൂലല്ലോ. ഞാൻ കൊടുത്തു. റസൂൽ പറഞ്ഞല്ലേ, ഒരാൾ കുടിച്ചു, അടുത്താൾ കുടിച്ചു, അതിൻ്റെ അപ്പുറത്താൾ കുടിച്ചു, വയറ് നിറച്ചും കുടിച്ചു. എന്നോട് റസൂലുള്ളാഹി ചോദിച്ചു, അബൂഹുറൈറ ഇനി ആരാ ബാക്കിയുള്ളത്? ഞാൻ പറഞ്ഞു, നബിയെ, ഞാനും നിങ്ങളുമാണ്. ഇശ്റബ്, നീ കുടിക്കുക. ഫശരിബ്തു, ഞാൻ കുടിച്ചു. ഫശബിഅ്തു, വയറ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, നബിയെ, വയറ് പറഞ്ഞു. ഇശ്റബ്, ഇനിയും കുടിക്കുക. ഞാൻ പിന്നെയും കുടിച്ചു, വയറ് നിറഞ്ഞു. നബിയെ, മതി. ഇശ്റബ്, വയറ് നിറച്ചും കുടിക്കുക. ഞാൻ കുടിച്ചു, പിന്നെയും വയറ് നിറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അബൂഹുറൈറ ഇശ്റബ്, പാല് കുടിക്കുക. ഞാൻ പറഞ്ഞു, നബിയെ, എനിക്ക് കുടിക്കാൻ കഴിയില്ല, എൻ്റെ വയറ് ഫുള്ളായി. തങ്ങൾ വാങ്ങി, അല്ലാഹുവിൻ്റെ റസൂല് കുടിച്ചു. ഇങ്ങനെയൊക്കെ കുറേ കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ. നമുക്കിതൊന്നും അറിയാൻ പറ്റും. നമ്മളെ മക്കൾക്ക് ഇതൊന്നും തീരെ അറിയില്ല. മക്കൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമോ? രാവിലെ ബ്രെഡും ചീസും കിട്ടിയിട്ടെങ്കിൽ വീട്ടിൽ ബഹളായി. ഉച്ചക്ക് സ്കൂളിൽ വരുമ്പോഴേക്ക് ഇന്ന ഫുഡ് വേണം, അത് ഉമ്മ ആക്കിയിട്ടില്ലെങ്കിൽ ബഹളായി. ചില മക്കൾ തൂങ്ങിച്ചാവും, പറഞ്ഞ പോലെ ആക്കിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് കഴിഞ്ഞു പോയ മുൻഗാമികളെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല. പക്ക ഫഖാറത്ത് കഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹനെ അറിയണം. ബിൽ ആയാത്തി ശറഇയ്യ, ഖുർആനും ഹദീസിലും പറഞ്ഞെന്ന അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം. രണ്ടാമത്തത് കൗനിയായ ആയത്തുകളാണ്. കൗനിയായ ആയത്തുകൾ. കൗനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള മഹാത്ഭുതങ്ങൾ. അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. ഏതുപോലെ ആകാശം, സൂര്യൻ, നമ്മൾ പറഞ്ഞല്ലോ, വശം സുദരി വൽ ഖമറ ഖദ്ദർനാഹു, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുരിയതഹും വആയത്തുൽ ലഹും ലൈല നസ്ലഖു മിൻഹു നഹാർ, ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. ആയത്തുൽ കൗനിയ. അത് വെച്ചുകൊണ്ട് അള്ളാഹനെ തിരിച്ചറിയണം. ആകാശം, ഭൂമി, കടലുകൾ, പർവ്വതങ്ങൾ, സമുദ്രം, ജീവജാലങ്ങൾ, ഈ രണ്ടും വെച്ചുകൊണ്ടാണ് അള്ളാഹനെ അറിയേണ്ടത്. അതാണ് വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബി. ഈ രണ്ട് ആയത്തുകളിൽ ഏത് അവൻ്റെ അടുത്ത് വന്നാലും ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ, അവരെന്ത് ചെയ്യില്ല? ചിന്തിക്കൂല, മനസ്സിലാക്കൂല, മറിച്ച് എന്ത് ചെയ്യും? അവഗണിച്ച് തള്ളിക്കളയും. അതിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. ഫിഖ് എടുക്കല്ലേ ഇൻഷാ അള്ളാഹ്. ഈ സൂറത്ത് യാസീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിഫ്ളുണ്ടാ? കണ്ടുപിടിച്ച പോലെ അല്ല. ആയത്ത് ഓരോന്നും പോകുന്നതിനനുസരിച്ച് അർത്ഥസഹിതം ഹിഫ്ളാക്കിയാൽ ഉപകാരപ്പെടും, നഷ്ടപ്പെടില്ല. ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല രചിച്ച
സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ രൂപം ഹദീസ് കൊണ്ട് എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ രൂപം. ഹദീസ് കൊണ്ട് എന്ന് പറയുമ്പം എന്തെല്ലാന്ന് മനസ്സിലായി? പണ്ഡിതന്മാർ പറഞ്ഞ പോലെയോ മദ്ഹബ് പറഞ്ഞ പോലെയോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് എന്താണ് നിസ്കാരം എന്ന് മനസ്സിലാകുന്നത്, അതാണ് പറയാൻ പോകുന്നത്. ആ പറയുന്നത് മദ്ഹബിനോ മദ്ഹബിൻ്റെ ഇമാമുകൾക്കോ എതിരാണോ? അതുമല്ല. ചില വിഷയങ്ങൾ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, എതിരായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് ചിലപ്പം ആ ഹദീസുകൾ ലഭിച്ചിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ ഹദീസ് ലഭിച്ചിട്ടുണ്ടാവും, അതിനെ അവർ വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ എന്ത് വന്നു പോയേക്കാം, അബദ്ധം വന്നു പോയേക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് എന്തല്ല, അവർ കുറ്റക്കാരായത് കൊണ്ടല്ല, മദ്ഹബ് വേണ്ടാത്തത് കൊണ്ടല്ല, മദ്ഹബിൻ്റെ പണ്ഡിതന്മാരൊക്കെ മോശക്കാരായത് കൊണ്ടൊന്നുമല്ല. ചിലപ്പോൾ വ്യാഖ്യാനത്തിൽ തെറ്റുവരും, ഗവേഷണത്തിൽ തെറ്റുവരും, ചിലപ്പോൾ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല, ഇതുകൊണ്ടൊക്കെ ആവാം. അത് നമ്മൾ ഇസ്തിഖ്ബാലുൽ കഅബ പറഞ്ഞു. നിസ്കരിക്കാൻ വേണ്ടി നിന്ന ഒരാൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഖിബലക്ക് മുന്നിട്ട് നിൽക്കലാണ്. രണ്ടാമത്തേത് വയജിബു അലൈഹി അൻ യുസല്ലിയ ഖായിമ, നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കാരം നിന്നുകൊണ്ട് ആയിരിക്കണം. വഹുവ റുക്നുൻ, അത് ഫർദാണ്. അപ്പോൾ നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്നോട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നിൽക്കാൻ കഴിവുള്ള ഒരാൾ നിന്നിട്ടല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല. കാരണം നിൽക്കൽ റുക്നാണ്, ഫർള് പോയാൽ അമല് ബാത്തിലാവും. ഇല്ല അലൽ മുസല്ലി സലാത്തൽ ഖൗഫി, ഭയത്തോടു കൂടി നിസ്കരിക്കുന്ന ഒരാൾ ഒഴികെ. അയാൾക്ക് എന്ത് ചെയ്യാം? ഇരിക്കാം. ചിലപ്പോൾ കിടക്കേണ്ടി വരും, കിടക്കാം. നിന്നാൽ എന്തെങ്കിലും വന്ന് വെടികൊള്ളൂ എന്നുള്ള പേടിയുണ്ട്, അല്ലെങ്കിൽ നിന്നാൽ ആരെങ്കിലും ശത്രുക്കൾ കാണുമെന്നുള്ള പേടിയുണ്ട്, അല്ലെങ്കിൽ നിന്നാൽ വേറെ എന്തെങ്കിലും ആവുന്നുള്ളൊരു പേടി, ഭയമുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ നിസ്കരിക്കാം. നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിലും പേടി കാരണത്താൽ അയാൾക്ക് ഇളവുണ്ട്. വൽ ഖിതാലി ശദീദ്, അതേപോലെ തന്നെ ശക്തമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള നിസ്കാരം. അതിനെന്താ മനസ്സിലാവുന്നത്? ശക്തമായി യുദ്ധം നടക്കുമ്പോഴും നിസ്കാരം നിർവഹിച്ചോളണം. എന്നോട് പിന്നെ ഒരു പെണ്ണെന്ന് ചോദിച്ചു, ഇവിടെ നിന്നല്ല, ഓൺലൈൻ ക്ലാസ്സിലാണ്. കുറേ നിസ്കാരം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് കല്യാണത്തിൻ്റെ ഒക്കെ ദിവസം പോലെ എന്ന് പറഞ്ഞാൽ മംഗലം വന്നാൽ എന്തില്ല, തിരക്കിലായിപ്പോയല്ലേ. യുദ്ധത്തിനേക്കാളും വലിയ തിരക്കാണ് ഇപ്പം. മംഗലം വന്നാൽ എന്തില്ല, ഒന്നുമില്ല. പുതിയ എണ്ണ നിസ്കരിക്കാൻ പറ്റുമോ? പുതിയ എണ്ണ ഇട്ട പുട്ടിക്ക് എത്ര വിലയുണ്ടെന്നാ? മേക്കപ്പിന് എത്ര വിലയുണ്ടാവും? നിങ്ങൾ പിന്നെ സെലഫികളായതുകൊണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അങ്ങനെ 1,00,000 എല്ലാം ഉണ്ട്. സുബ്ഹാന റബ്ബിയൽ അലാ. ഇവിടെ 2 ടിക്ക് അടിക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല, പിന്നാണ് 1,00,000 പൂട്ടിയിട്ടിട്ട് കല്യാണം നടത്തുന്നത്. ഇനി അഥവാ ആ മേക്കപ്പ് ഇട്ടെന്ന് വെച്ചോ, വുളൂ ചെയ്യാൻ പറ്റുമോ? എപ്പായിരിക്കും ആ പുട്ടി കിടക്കുന്നുണ്ടോ? പിറ്റേന്നേക്ക് ആകാൻ പറ്റും. രാത്രി പുതിയാപ്പിള വരൂലേ? രാത്രിയല്ലേ? അങ്ങനെ മുറിയാത്ത ഒന്നും ഉണ്ടാവായി. അങ്ങനെ ഉണ്ടൊരു ഒതു. അല്ലല്ല, പെണ്ണ് മേക്കപ്പ് ഇടൽ ഹറാമൊന്നുമല്ല. അത് മനസ്സിലാക്കാൻ കേട്ടോ. പെണ്ണ് പൊട്ടിയിട്ടാൽ മേക്കപ്പ് ഇട്ടലും എന്തല്ല, ഹറാമല്ല. പക്ഷെ അത് അന്യപുരുഷന്റെ മുമ്പിലാവുമ്പോൾ ഹറാമാവും. ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ പോവാ? തലമ മൈദപ്പൊടി, കൈമ മത്തിച്ചള്ള്, പിന്നെ ഇപ്പോഴത്തെ കൈമ മുളക് പൊടി, ചിലപ്പോൾ കൈമ കത്തിയും. മാപ്പിള രാത്രി വരുമ്പോൾ ഇങ്ങനെ മാപ്പിളിൻ്റെ അടുത്തേക്ക് പോവാ. മംഗലത്തിന് പോകുമ്പോഴോ ഓ മാപ്പിള ചോദിക്കുമല്ലപ്പാ. അന്ന് ആദ്യം ചോദിച്ച പോലെ ഹവ്വാനോട്, മൻ അന്തി, നീ ആരാണ്ടി? എൻ്റെ പേർക്കൊരു പുതിയ സുന്ദരിക്കുട്ടി, ഞാൻ തന്നെ, നിങ്ങളെ വീട് തന്നെ, പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ആയതാ. അത് ഹറാം, അത് ഹറാം. അല്ലാണ്ട് മേക്കപ്പെട്ടൊരു ഹറാമാവില്ല. അതിൽ ഇസ്രാഫ് എന്നൊരു ഹറാമ് വേറെ വരും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ വുദൂ മുറിയാണ്ടിരിക്കും. അങ്ങനെ പർദ്ദ, പെണ്ണ് പർദ്ദ, സാധാ ഡ്രസ്സൊന്നും പുറത്തു പോയിക്കൂടാ. പെണ്ണ് അന്യപുരുഷൻ കാണൂലേ?
മറയാന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ എന്ത് മറയണം? തൊലിൻ്റെ നിറം പറഞ്ഞാൽ പോരാ, ശരീരത്തിൻ്റെ അവയവലാവണ്യങ്ങൾ മറയണം. അപ്പോൾ പറഞ്ഞല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ലൂസുള്ള ചുരിദാർ ഇട്ടിട്ടാണെങ്കിലും പോവോ? ലൂസുള്ള ഒരു ചുരിദാർ ഇട്ടിട്ട് പെണ്ണ് പുറത്തെ പെണ്ണിനെ പറ്റുന്ന ആലോചിച്ച് നോക്കിയാൽ അവൾ എന്തായാലും പോവില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം അങ്ങനെയാ പറഞ്ഞു, ഫൽഫാൽ, ഇങ്ങനെ ഫൽഫാലായിരിക്കണം. പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് ലൂസായിരിക്കണം, അതിൻ്റെ ഉള്ളിലുള്ളതിനെ കാണാൻ പറ്റൂല. അതാണ് പുറത്താ ശരിക്കും പറഞ്ഞത്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണത്തിന് നിസ്കാരം എന്താക്കാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല. അത് കൃത്യസമയത്ത് തന്നെ നിസ്കരിച്ചേ പറ്റുള്ളൂ. പിന്നെ കല്യാണത്തിൻ്റെ തിരക്ക് അത് നമ്മളുണ്ടാക്കിയ തിരക്കാണ്. ഇസ്ലാമിക കല്യാണത്തിന് എന്തില്ല? തിരക്കില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഖൈർ. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാം? നിൽക്കാതെ നിസ്കരിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ നിൽക്കാൻ കഴിവുള്ളവൻ്റെ നിൽക്കൽ നിർബന്ധമാണ്, പിന്നെ ഫർളാണ്. അതേപോലെ വൽ മരീദിൽ ആജിസി അനിൽ ഖിയാം, നിൽക്കാൻ അശക്തനായ ഒരു രോഗി, സ്വാഭാവികം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾ, ഫയുസല്ലി ജാലിസൻ, അയാൾ ഇരുന്ന് നിസ്കരിക്കണം. ഇനിസ്തിതാ, ഇരിക്കാൻ കഴിയുമെങ്കിൽ. വ ഇല്ലാ ഫഅല ജംബിൻ, ഇനി ഇരിക്കാനും കഴിയില്ലേ, കടന്നിട്ട് നിസ്കരിക്കണം. എങ്ങനെ കിടക്കണം? ആദ്യം വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. അതിനും പറ്റുന്നില്ലെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് ചെരിയാം. ഇനി അതിനും പറ്റുന്നില്ലേ, നേരെ കിടക്കാം, മുഖം രണ്ട് നേരാക്കിയാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ നിസ്കരിച്ചോളണം. സംഭവം മനസ്സിലായോ? നിസ്കാരം ചെയ്തേ പറ്റൂ. നിൽക്കാൻ കഴിയൂലേ, ഇരുന്നോ. ഇരിക്കാൻ കഴിയില്ലേ, കിടന്നോ. ഇനി കിടക്കാനും കഴിയില്ല, ഒന്നും കഴിയില്ല. എന്ത് ചെയ്യാം? കണ്ണുകൊണ്ടോ കൽബുണ്ടോ ആംഗ്യം കാണിച്ചിട്ട് നിസ്കരിച്ചോളണം. സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാൻ അനുവാദമേ ഇല്ല. അള്ളാഹു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി ഇത് ഫർദ് നിസ്കാരം. വൽ മുതനഫിൽ, നഫിൽ നിസ്കരിക്കുന്ന ഒരാൾ. എന്താ നഫിൽ എന്ന് പറഞ്ഞാൽ? ഐച്ഛികം, വെറുതെ. റവാത്തിബിൽ പെടൂലേ? റവാത്തിബ് സുന്നത്ത് നഫിലിൽ പെടൂല. അത് മദ്ഹബിന്റെ അഭിപ്രായമാണ്. റവാത്തിബ് സുന്നത്താണ്, സമയം നിശ്ചയിക്കപ്പെട്ട, കാരണം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. നഫിൽ എന്ന് പറഞ്ഞാൽ ഐച്ഛികം, എപ്പോഴും നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റിയ, വെറുതെ ഇരിക്കുന്നു അപ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ തോന്നി, അത് അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾ നഫിൽ പറ്റൂല. അസറിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും മധ്യാഹ്നത്തിലുള്ളപ്പോഴും നഫിൽ പറ്റൂല, വെറുതെ നിസ്കരിക്കുന്നത് പറ്റൂല. അതേസമയത്ത് ഫർദ് എന്തോ കാരണം കൊണ്ട് പിന്തിപ്പോയി, മനസ്സിലായോ? അപ്പൊ അസർ കുറച്ചിങ്ങോട്ടായി, മഗ്‌രിബിന്റെ മുമ്പ് നമുക്ക് ഉറങ്ങി എണീച്ച്, അപ്പം എന്ത് ചെയ്യണം? ഇത് നിസ്കരിക്കാൻ പറ്റാത്ത സമയമല്ലേ, അതുകൊണ്ട് പിന്നെ നിസ്കരിക്കാം. നോ, അപ്പം നിസ്കരിച്ചോളണം. ഇല്ലെങ്കിൽ പള്ളി കയറി തഹിയ്യത്ത്, അതൊരു കാരണമുള്ള നിസ്കാരമാണ്, നിസ്കരിക്കാം. നഫില് ആ സമയത്ത് എന്ത് ചെയ്യൂടാ? നിസ്കരിച്ചൂടാ. ഫഹിംതും? ഇബ്നു നസീർ റഹ്മത്തുള്ളാഹിന്റെ കോലുണ്ട്, കിട്ടുന്നു. സുന്നത്തിൽ തന്നെ തഹിയ്യത്തിന്റെ കൂലിയും കിട്ടും ഇൻഷാ അല്ലാഹ്. സമയമുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ നിസ്കരിക്കുക. തഹിയ്യത്ത് ആദ്യം രണ്ടെണ്ണം, പിന്നെ റവാത്തിബിൻ്റെ അങ്ങനെ നിസ്കരിക്കുക. അതാണ് ഖൈർ. പെട്ടെന്ന് പോയതാണ്, സമയമില്ല. റവാത്തിബിന് മാത്രമേ സമയമുള്ളൂ. അപ്പോൾ തഹിയ്യത്തല്ല മുന്തിക്കേണ്ടത്, റവാത്തിബിനെ മുന്തിക്കുക. അങ്ങനെ നഫിൽ നിസ്കരിക്കുന്ന ഒരാൾ ഫലഹു അയ്യുസല്ലി റാകിബ, അയാൾക്ക് വേണമെങ്കിൽ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഔ ഖായിദൻ, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഇൻഷാ വേണമെങ്കിൽ നിൽക്കാം, ഇരിക്കാം. ഡ്രൈവ് ചെയ്യുന്നുകൊണ്ട് നിസ്കരിക്കാം. എങ്ങനെ നിസ്കരിക്കാം? സൂഫികൾ എങ്ങനെ നിസ്കരിക്കും? ഡ്രൈവ് ചെയ്തുകൊണ്ട് ഗിയർ മാറ്റണ്ടേ, ക്ലച്ച് ചവിട്ടണ്ടേ, ആക്സിലേറ്റർ ചവിട്ടണ്ടേ? സൂഫികൾക്ക് ചവിട്ടിയ നിസ്കാരം ബാത്തിലാവും. അങ്ങനെ നിസ്കാരം ബാത്തിലാവില്ല. ഷാഫി മദ്ഹബിൽ പറഞ്ഞ എന്താ വെച്ചാൽ, അതെ, തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും. എങ്ങനെ അനങ്ങിയാൽ? കൊതുക് കടിച്ചാൽ എന്ത് ചെയ്യും? ഗൾഫിൽ കൊതു ഇല്ലാത്തതുകൊണ്ടല്ലേ, കൊച്ചിയിലൊക്കെ പോയിട്ട് നിസ്കരിച്ചാൽ എന്ത് ചെയ്യും? രണ്ട് കൊതു ഒരുമിച്ച് പുറത്ത് കടിച്ചു എന്ന് വെച്ചോ, കൈ കെട്ടി, എന്ത് ചെയ്യും? ചൊറിയണം. നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരം ബാത്തിലാവുന്ന അനക്കെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ, ഇവനെന്ത് പോയി കളിക്കുന്ന കൈ കെട്ടിയിട്ട്, അതാണ് ബാത്തിലാവുന്ന അനക്കം. അങ്ങനെ ആണെങ്കിലും അനുമോ അതൊക്കെ ഇതിൽ വരും. തഹിയ്യത്ത് എന്തായാലും എത്തുമല്ലോ നിസ്കാരം പറഞ്ഞിട്ട്, അതുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് ഇങ്ങനെയല്ല, എന്താ അത് ഒരു അറിയാത്തതുകൊണ്ടാണ്. അത് പതുക്കേതാ, ഇത്രയേ ഉള്ളൂ.
പതുക്കെ അടുത്തിരിക്കുന്ന ആളെ നിസ്കാരത്തിൽ നിന്നും വസ്വാസ് വരാതെ വളരെ പതുക്കെ ചെയ്താൽ മതി, എത്രയേ ഉള്ളൂ. ഇത് പിന്നെ അത് നമ്മളെ മുജാഹിദായാൽ, സെൽഫിയായാലല്ല, മുജാഹിദായാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഇത് കൂടും. അടുത്തിരിക്കുന്ന അനക്കുന്നില്ലെങ്കിൽ അനക്കണം പറഞ്ഞുകൊണ്ട് വലിയ അനക്കുന്നത് അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇത്രയേ ഉള്ളൂ, ഖലാസ്. അത് മറ്റുള്ളവർക്ക് എന്താവരുത്, വസ്വാസാവുന്ന രീതിയിൽ ആവും. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹു തആല നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരാൾ വന്ന് നിസ്കരിക്കാൻ, അദ്ദേഹം ഇങ്ങനെയാക്കി, താത്തും പൊക്കും താത്തും പൊക്കും. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് അൽബാനി ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ താത്തും പൊക്കും ചെയ്ത് എന്തെങ്കിലും തെളിവുണ്ടോ? അതാണ് ഉലമാക്കൾ നമ്മളെന്താ പറയുക, എന്തുവാ നിസ്കാരം പാത്തില്ലേ, ഇവ മാറ്റി നിസ്കരിച്ച് ഒരു ജാതി ഓരോ വിധത്തും കൊണ്ടുവരും. ഷെയ്ഖ് അൽബാനി ചോദിച്ചെന്തല്ലോ, തെളിവെന്താണ്? അദ്ദേഹം നിങ്ങളെ കിതാബ്, ഈ കിതാബ് നിങ്ങളുടെ സിഫത്തു സ്വലാത്ത് വായിച്ച് ഞാൻ അങ്ങനെ ആക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെളിവ് ഇങ്ങനെയാക്കുന്നത്, ഇത് ഹഫ്ദും റഫ്ഉമാണ്. ഹഫ്ദും റഫ്ഉം, താക്കലും പൊക്കലും. താക്കലും പൊക്കലല്ല, തഹ്രീക്കാണ്, ചലിപ്പിക്കലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ആക്കുക, ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ ആക്കുന്നുള്ള ഇപ്പം ഇദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടത്. ആരും അടുത്തിരുന്ന് ആക്കിയിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇങ്ങനെ ആക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്ലാസ് ഇനി ആക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നിസ്കാരം സഹിയാണ്, ഒരു പ്രശ്നമില്ല. ബസ് ഒരുപാട് ഈച്ചയും കൊതുകുകളുണ്ടാവും. ആ മൂത്രത്തിൽ ശരിക്കും എന്തൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മള് മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വേത്തിങ്ങനെ മൊത്തം ഇങ്ങനെ ഇതാവും. അപ്പോൾ വീട്ടിൽ നമ്മളെല്ലാം കൂടെ മനസ്സിൽ പോയി ഉള്ളോടത്ത് നിസ്കരിച്ച് അപ്പോൾ അത് പ്രശ്നമില്ല. പ്രശ്നമില്ലപ്പോൾ അതിൻ്റെ പേരാ വസ്വാസ്, അതാണ് വസ്വാസ്, ഒരു പ്രശ്നമില്ല. കുറച്ച് ഈച്ചൻ്റെ കാൽമൊക്കെ എത്ര ഉണ്ടാവും, ഹഫീയല്ലേ, കുറച്ചല്ലേ, മാഫൂനോ നല്ല മാപ്പ് കിട്ടും, അതൊന്നും വിഷയമില്ല. അത് ചോദിച്ച സംഭവം ശരിയാണ്. ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് അതെല്ലാം പ്രശ്നമാണ്. മടക്കേരി പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു കേക്ക് മിക്കവാറും. പിന്നെ ഒരാൾക്ക് അങ്ങനെ ആയിട്ട് കാർപ്പറ്റിട്ട് കഴുകി, കാർപ്പറ്റ് കഴുകുമ്പോഴേക്ക് പിന്നെ നാറിയിട്ട് പള്ളി കയറാൻ കഴിഞ്ഞില്ല. കാർപ്പറ്റ് കഴുകി അവിടെ ഉണങ്ങുമോ, പ്രത്യേകിച്ച് മടക്കേരി തണുപ്പുള്ള നാട് കൂടിയാണ്, വെയിൽ വരെ ഉണ്ടാവില്ല. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. എന്താണോ നമ്മുടെ മനസ്സിന് റാഹത്തായിട്ടുള്ളത് അതങ്ങ് ചെയ്യുക, ഖലാസ്, അത്രയേ ഉള്ളൂ. അപ്പം നഫിൽ നിസ്കരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരാൾ, വാഹനം ഓടിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഇവർക്ക് എന്ത് ചെയ്യാം, ഇരുന്നിട്ട് നിസ്കരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിൽക്കാൻ കഴിയുമെങ്കിലും ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കാം. അപ്പം ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾ സുജൂദും റുക്കുവും എങ്ങനെ ചെയ്യും? വയർകഉ വയസ്ജുദു ഈമാഅൻ ബിറഅസിഹി. ശ്രദ്ധിക്കണേ, ഒരു മസല വരുന്നുണ്ട്. തല കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് റുക്കുവും സുജൂദും. വകദാലിക അൽ മരീദ്, അങ്ങനെ തന്നെയാണ് രോഗികളും. നിൽക്കാൻ കഴിയാത്ത രോഗി ഇരുന്നിട്ടോ മറ്റോ നിസ്കരിക്കുമ്പോൾ തല കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് റുക്കുവും സുജൂദും ചെയ്യണം. ഒരു പ്രധാന കാര്യം, തംബീഹും മുഹിം, പ്രധാനപ്പെട്ടൊരു കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വയജഅലു സുജൂദഹു അഖ്ഫദ മിൻ റുകൂഇ, തല കൊണ്ട് കുനിക്കുമ്പം റുകൂഇൽ കുനിച്ചതിനേക്കാളും കുറച്ചധികം സുജൂദിൽ കുനിക്കണം. അപ്പോൾ റുക്കൂ ആകുമ്പോൾ ഇത്ര, പിന്നെ വെച്ചതാൽ സുജൂദിൽ തല മാത്രം, പിന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കുനിക്കുക. കയ്യോ എവിടെ വെക്കും, ഇങ്ങനെയാ ചില മനുഷ്യന്മാർ ഇങ്ങനെയാ സുജൂദ് പോക്ക്. അത് കയ്യ കസാരം കൈ അങ്ങനെ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കൈ എവിടെയാണോ ഉള്ള അവിടെ വെച്ചാൽ മതി. എന്നിട്ട് തല കുനിക്കുക, റുക്കുവായി എഴുത്തുതാലായി, കുറച്ചും കൂടി കുനിച്ചുമ്പോൾ സുജൂദുമായി. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ചും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ, പല പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുക. വലാ യജൂസു, എന്താർത്ഥം, അനുവദനീയമല്ല, ജായിസല്ല. ലിൽ മുസല്ലി ജാലിസ, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് അയ്യദഅ ശൈഅൻ അലൽ അർദി മർഫൂഅ, ഓൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് പൊക്കി വെക്കുക. എന്തിന്? യസ്ജുദു അലൈഹി, അതിൻ്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ. നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഡെസ്ക് മുമ്പിൽ, അല്ലെങ്കിൽ തലയണ, എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സുജൂദ് ചെയ്യാൻ അനുവദനീയമല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം ചെയ്തിട്ടാ പഠിപ്പിച്ചതും ആംഗ്യം കാണിക്കാനാ പറഞ്ഞതും, എങ്കിൽ അത് മതി, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുന്നത് അനുവദനീയമല്ല. ഫഹിംതും? പല ആൾക്കാരും ചെയ്യലുണ്ട്. വീട്ടിലൊക്കെ ഉമ്മമാർ കസായം എന്നിട്ട് ബെഡിൻ്റെ മുകളിലേക്കാണ് സുജൂദ് ചെയ്യുക. ജായിസല്ല. റസൂലുള്ളാഹി പറഞ്ഞത് തല കൊണ്ട് കുനിയാനാണ്, അങ്ങനെ ചെയ്താൽ മാത്രം മതി. വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, അത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നൂറോ അസറോ അല്ലെങ്കിൽ നമുക്ക് നമസ്കരിച്ച് കഴിഞ്ഞില്ല, ഫ്ലൈറ്റിൽ ടൈം അറിയില്ല, എങ്ങനെയെങ്കിലും അത് നമുക്ക് നമസ്കരിക്കാം. കഴിയും പോലെ നമ്മൾ നോക്കുക,
അവിടെ ഉള്ളവർ ചോദിക്കുക, ശ്രദ്ധിക്കുക. ഒന്നും കിട്ടിയില്ലേ അങ്ങനെ നിസ്കരിക്കുക. അങ്ങി കാണിക്കുക, ഇരുന്നിട്ടല്ലേ. കിബിലൻ്റെ പാഠം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇദ്ദേഹം വന്നത്. പ്രശ്നമല്ല, കിബില പ്രശ്നമല്ല. നമുക്ക് വേറെ വഴിയില്ലല്ലോ, വിമാനം അങ്ങോട്ടാ പറക്കുന്ന അറിയില്ല. കഴിയുന്നത്ര എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. പൈലറ്റിനോട് എയർ ഹോസ്റ്റസിനോട് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സൗദി എയർലൈൻസിലൊക്കെ ശരിക്കും കൃത്യമായിട്ട് കാണിക്കും തോന്നുന്നു. അവിടെ നിസ്കരിക്കാൻ തന്നെ പ്രത്യേക സ്ഥലമുണ്ട്. അല്ലാത്ത നമ്മളെന്ത് ചെയ്യുക, അവിടെ ഇരിക്കുക, നിസ്കരിക്കണം. ജമ്മു കസറോക്കാം, യാത്രയല്ലേ. വരുന്നുണ്ട്. അടുത്ത മസല അതാണ്. പേര് ശ്രദ്ധിക്കുക. സുജൂദ് റുക്കൂഇനേക്കാൾ കുറച്ചധികം കുനിയണം. സുജൂദിൽ പോകുന്ന ഒരാൾ എന്തെങ്കിലും പൊക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റി തൊടുന്ന തരത്തിൽ ആക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞതിനും കാണിച്ചതിനും എതിരാവും. ഇനി ഒരാൾ ഫർദ് നിസ്കരിക്കുകയാണ്. ഫി സഫീനത്തി വകദ അത്തായിറ, കപ്പലിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ. വലഹു അയുസല്ലിയ ഫീഹിമാ ഖാഇദ, അയാൾക്ക് അവിടെ ഇരുന്ന് നിസ്കരിക്കാം. ഇദാ ഖശിയ അലാ നഫ്സിഹി അസ്സുഖൂത്ത്, നിന്നാൽ വീഴാനോ മറ്റോ ചാൻസ് ഉണ്ടെന്ന് ഒരു പേടി വന്നാൽ. അതല്ലേ ചോദിച്ചേ, ഫർളാ നിസ്കരിക്കുന്നു. ആ അല്ലല്ല, നിൽക്കാൻ കഴിയാത്താണ് ഇരിക്കുക, തുടക്കത്തിലേ ഇരിക്കുക അവിടെ. കാരണം അവിടെ എന്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഫ്ലൈറ്റും കപ്പലൊക്കെ ആകുമ്പോൾ തുടക്കത്തിലേ നിൽക്കാൻ കഴിയില്ല. കുലുക്കം കൊണ്ടോ അല്ലെങ്കിൽ വീഴുന്നോ മറ്റോ പേടിച്ചാൽ നിൽക്കണ്ട, ഇരുന്നിട്ട് നിസ്കരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ശരിക്കും അവിടെ നമ്മൾ പോയി, അവിടെ എവിടെ എപ്പോൾ ഇരിക്കണം എപ്പോൾ നിൽക്കണം, നമ്മൾക്ക് ഏത് റുക്കിനിലാണോ നിൽക്കൽ ബുദ്ധിമുട്ടാവുന്നത് അതിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇരിക്കേണ്ടത്. സംഭവം മനസ്സിലായോ? ഒരാൾക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ല, നടന്നിട്ട് എൻ്റെ പള്ളിയിലേക്ക് നിൽക്കുന്നു, വന്ന പാട് മൂപ്പറ് കസേരയെല്ലാം വെച്ചിട്ടുള്ള റാഹത്തായി കാല് നീട്ടി ഇരുന്നിട്ട് അല്ലാഹു അക്ബർ, നടന്ന് വന്നതിനൊരു കുഴപ്പമില്ല. അത് പറ്റില്ല, അത് നിൽക്കണം. ഖിയാമിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കന്നെ വേണം. അയാൾക്ക് ചിലപ്പോൾ സുജൂദ് പോകാൻ പറ്റൂല, മുട്ടിന് പ്രശ്നം ഉണ്ടാവും. അന്നേരം എന്ത് ചെയ്യുക, ഇരുന്നിട്ട് സുജൂദ് ചെയ്യുക. ചില ആൾക്കാർക്ക് രോഗിയോ മറ്റാണെങ്കിൽ തുടക്കത്തിലേ എന്ത് ചെയ്യാൻ പറ്റൂല, നിൽക്കാൻ കഴിയില്ല. അവർ തുടക്കത്തിലേ എന്ത് ചെയ്യുക, ഇരിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പലപ്പോഴും പല ആളുകളും ഇത് ശ്രദ്ധിക്കൂല. നേരത്തെ വന്ന് കസേര ഇട്ട് തുടക്കത്തിലേ എന്ത് ചെയ്യും, അങ്ങിരിക്കും. അങ്ങനെയല്ല. ഇനി ചില ആൾക്കാർക്ക് നിൽക്കാൻ കഴിയൂല, സുജൂദ് പോകാൻ കഴിയും. അയാളെന്ത് ചെയ്യുക, ഖിയാമിൻ്റെ സമയത്ത് കസേരയിൽ ഇരിക്കുക, റുക്കു ആകുമ്പം എണീച്ചിട്ട് റുക്കു ചെയ്യുക, സുജൂദിൽ എണീച്ചിട്ട് സുജൂദ് പോവുക, തിരിച്ച് വന്നിട്ട് പിന്നെ ഇരിക്കുക. ചില ആൾക്കാർ നമസ്കാരമൊക്കെ കറക്റ്റായിട്ട് നമസ്കരിച്ചതിന് ശേഷം ഇരുന്ന് നമസ്കരിക്കുക, പിന്നെ കഴിഞ്ഞതിന് ശേഷം. അതാ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നഫ്ൽ അങ്ങനെ നിസ്കരിക്കാം, ബാക്കിയുള്ള പറ്റൂല. ഹനഫികളൊക്കെ അങ്ങനെ നിസ്കരിക്കും. ഷാഫി മദ്ഹബിൽ ശേഖരം കാര്യമില്ല. ഷാഫി മദ്ഹബിൽ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ടാവാന്നുണ്ടോ? കൂലി പകുതി എന്നാണ്. ഇരുന്ന് നിസ്കരിച്ചാൽ കൂലി പകുതിയാവും. പക്ഷെ നഫിലിൽ എന്ത് ചെയ്യാം, നിൽക്കാൻ കഴിവുള്ളവർക്ക് തന്നെ എന്ത് ചെയ്യാം, ഇരുന്നിട്ട് നിസ്കരിക്കാം, പ്രശ്നമില്ല. മനസ്സിലായി? റമാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഫർദാണ്, അല്ലാണ്ട് ഫർദ് നിസ്കാരത്തിൻ്റെ ഫർദല്ല. വ്യത്യാസം മനസ്സിലായ? നിസ്കാരത്തിൻ്റെ ഫർദ്, നിസ്കാരം ഫർദാണെങ്കിലും സുന്നത്താണെങ്കിലും ആ ഫർദ് അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ നിൽക്കാൻ കഴിവുള്ളവൻ നിന്നിട്ട് തന്നെ നിസ്കരിക്കുക. ഇനി പിന്നെ ഫ്ലൈറ്റിലോ അല്ല കപ്പലിലോ വീടുന്നുള്ളൊരു പേടിയെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇരുന്ന് നിസ്കരിക്കാം. ഇനി ഇരിക്കാൻ ഓന് മനസ്സ് വരുന്നില്ല, ഓനെന്ത് ചെയ്യാം, എന്തെങ്കിലും വടിയോ ഭിത്തിയോ പിന്നെ പിടിച്ചിട്ടോ അത് താങ്ങിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്ന് നിസ്കരിക്കാം. അതേപോലെ തന്നെ നല്ല വയസ്സായ മനുഷ്യന്മാർ, ശാരീരികമായിട്ട് ബലം പിന്നെ ഒരു ക്ഷീണം തോന്നുന്ന അവസ്ഥ, എന്ത് ചെയ്യാം, വടി കുത്തി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഭിത്തിക്ക് ചാരി നിന്നിട്ടോ നിസ്കരിക്കാം. ക്ഷീണം തോന്നിയാൽ നോമ്പ് തുറന്നിട്ട് നല്ലോണം അടിച്ച് വന്നിട്ട് തറാവീന് വേഗം മൂല പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, ചുമരിൽ ചാരിയിട്ട്, ഇല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവന് ചാരിയിട്ടാണ് നിൽക്കുക. മൂപ്പർക്ക് റുക്ക് പോകാൻ കഴിയില്ല, മൂപ്പർ പോയാൽ പോവും. അങ്ങനെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതൊന്നുമല്ല ഈ പറഞ്ഞേട്ടോ, ആ സന്ദർഭത്തിനും അവസരത്തിനും യോജിച്ച് എന്താണോ അവിടെ അവൻ്റെ അവസ്ഥ അതിനനുസരിച്ച് വേണം ചെയ്യാം. വടി കുത്തിപ്പിടിച്ച് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇപ്രാവശ്യം ഹറമിൽ ഹജ്ജിൻ്റെ സമയത്ത് വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാം. അതൊന്നും എന്തല്ല
നിസ്കാരത്തെ ബാത്തിലാക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ശാരീരിക നിസ്കരിക്കാം, വടി കുത്തിപ്പിടിക്കാം, കസേരമ പിടിച്ച് നിൽക്കാം, ഇതൊന്നൊരു വിഷയമല്ല. കയറ് കെട്ടിയിട്ട് പിടിച്ച് റസൂലുള്ളാഹിന്റെ ഭാര്യ കയറ് കെട്ടിയിട്ടേ വീട്ടിൽ പിടിച്ച് ക്ഷീണം വരുമ്പോൾ പിടിച്ച് നിൽക്കാൻ, അതൊന്നും പ്രശ്നമില്ല. ആ പള്ളിയിൽ ക്ഷീണിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ശ്രദ്ധിച്ചോളൂ, വയജൂസു അർത്ഥം പറഞ്ഞോളി, അനുവദനീയമാണ്. അയ്യുസല്ലിയ നിസ്കരിക്കൽ, സ്വലാത്തൽ ലൈലി രാത്രി നിസ്കാരം, തറാവീഹ്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് ഒക്കെ ഇതിൽപ്പെട്ടു. ഈ നിസ്കാരം ഖായിമൻ നിന്നുകൊണ്ടും ഔ ഖായിദൻ ഇരുന്നുകൊണ്ടും ബിദൂനി ഉദ്രിൻ കാരണങ്ങളൊന്നുമില്ലാതെ. ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നിന്നിട്ടും നിസ്കരിക്കാം, ഇരുന്നിട്ടും നിസ്കരിക്കാം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഇരിക്കാൻ. നല്ല ആരോഗ്യവാനാണെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം. ബൈനഹുമ രണ്ടും മിക്സാക്കലും അനുവദനീയമാണ്. എങ്ങനെ? ഫയുസല്ലി ഓനെന്ത് ചെയ്യുന്നു? നിസ്കരിക്കുന്നു. വയഖറഉ ജാലിസ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. തുടക്കം ഇരുന്ന് അല്ലാഹു അക്ബർ കൈകെട്ടി ഫാത്തിഹ ഓതി സൂറത്തും തുടങ്ങി. അങ്ങനെ കുറേ ഓതി റുക്കൂ ചെയ്യാൻ തോന്നിയപ്പോൾ ഖുബൈല റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് യഖൂം എണീക്കും. ഇരുന്നിട്ടാണുള്ളത്, എന്നിട്ടാണ് നിസ്കാരം തുടങ്ങിയത്. റുക്കൂവിൻ്റെ ടൈം ആകുമ്പോൾ എണീച്ച് നിൽക്കും. ഫയഖറഉ മാ ബഖിയ അലൈഹി മിനൽ ആയാതി ഖലീല പിന്നെ കുറച്ച് ആയത്ത് എന്ത് ചെയ്യും? നിന്നിട്ട് ഓതും. ഞാൻ പറയുന്ന രൂപം മനസ്സിൽ കൊണ്ടുവരണം. കുറച്ച് നിന്നിട്ട് ഓതും. എന്നിട്ട് സാധാ പോലെ റുക്കൂ സുജൂദ് ഒക്കെ ചെയ്തിട്ട് ഒന്നാമത്തെ റക്കാത്ത് പൂർത്തിയാക്കും. 2 സുജൂദ് പൂർത്തിയായില്ലേ? ഒരു റക്കാത്ത് കഴിഞ്ഞു. അടുത്ത റക്കാത്തിലേക്ക് എണീക്കൂല, അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഫാത്തിഹയും സൂറത്ത് ഓതി പിന്നെ റുക്കു ചെയ്യാൻ തോന്നുമ്പോൾ എണീച്ച് നിൽക്കും. കുറച്ച് 2 ആയത്ത് ഓതും, പിന്നെ റുക്കുവിലേക്ക് പോകും. ഇത് ഇങ്ങനെ ജംആക്കൽ. അല്ലെങ്കിൽ നിന്നിട്ട് തുടങ്ങി കുറേ നേരം ഓതി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നു. നമ്മൾ മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നു, പിന്നെ കുറേ ഓതി, പിന്നെ റുക്കു ചെയ്യാൻ തോന്നി, അപ്പോൾ എണീച്ചിട്ട് റുക്കു ചെയ്തു. ഇങ്ങനെ മിക്സാക്കി നിസ്കരിക്കാം. ഏത് നിസ്കാരത്തിൽ? രാത്രി നിസ്കാരത്തിൽ. വിത്രപ്പെടും, രാത്രി നിസ്കാരത്തിൽ പെടും ഹനഫികൾ ചെയ്യുന്നത്. അഹ്സൻത്, രാത്രി നിസ്കാരം അതിൽപ്പെടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി വഇദാ സല്ല ഖായിദ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? അല്ല, തട്ടാണ്ടിരുത്തം. ജലസ മുതറബ്ബിഅൻ തട്ടാണ്ടിരുത്തല്ലോ, 2 കാലും മടക്കിയിട്ട് അങ്ങനെ ശരിക്കും ഇരിക്കണ്ടത്. അങ്ങനെ മടക്കിയിട്ട് കാല് ചമ്പ്രം പടിഞ്ഞിട്ട് ഇരിക്കണം. അതാണ് ശരിക്കുള്ള സുന്നത്തായ ഇരുത്തം. ഇരിക്കുന്നെങ്കിൽ അല്ലാണ്ട് കസാരം ഇങ്ങനെ മുതലാളി പിടിയിലിരിക്കും പോലെ. സുജൂദ് ആംഗ്യം കാണിക്കാനല്ലോ പറഞ്ഞത്. പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തലയിൽ ഇരിക്കാൻ പറ്റും, സുജൂദ് പോകാൻ പറ്റില്ലെങ്കിലോ കുനിയാൻ പറ്റില്ലെങ്കിലോ പറ്റുവാണെങ്കിൽ ശരിക്കുള്ള സുജൂദ് തന്നെ ചെയ്യണം. അതിനെന്താ പ്രശ്നം? എന്ത് പറ്റി കാല് എണീച്ചിട്ട് മാറ്റിട്ട് ചെയ്യില്ല. ആ അനക്കൊന്നും നിസ്കാരം ബാത്തിലാക്കൂല എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. 2 കുതു കടിച്ച ഉദാഹരണം ഉണ്ടാവണ്ടല്ലേ. ആ അനക്കൊന്നും എന്തല്ല നിസ്കാരം ബാത്തിലാവുന്ന അനക്കമല്ല. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഹർമലൊക്കെ പോയാൽ ഇഷ്ടം പോലെ കാണാനുണ്ട്. അങ്ങനെ ശരിക്കും ഇരിക്കണ്ട്. ഇനി ഔ അയ്യി ജിൽസത്തിൻ ഉഖ്റ യസ്തരീഹു ബിഹാ ഇല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരത്തിന് സൗകര്യം അങ്ങനെ ഇരുത്താൽ മതി. പക്ഷെ സുന്നത്തായ ഇരുത്തം ചമ്രം പടഞ്ഞിട്ടുള്ള ഇരുത്തമാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നേ? അതാണ്, കാണാത്തോണ്ടാണ്. കാരണം നമ്മൾ കാണുന്നത് എവിടെ ഇരിക്കുന്ന കസാരമേ സോഫമേ ഇരുന്നിട്ട് സംസ്കരിക്കുന്ന കാണുന്നത്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഏതും എങ്ങനെയും അതാണ് സുന്നത്തായ ഇരുത്തം. ഇനി എങ്ങനെയാണോ നമ്മുടെ തടിക്ക് യോജിച്ച ഇരുത്തം അങ്ങനെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല, നിസ്കാരം സഹീഹാണ്. ഫഹിംതും? സംശയം വെച്ചിട്ട് പോലെ രാത്രി നിസ്കാരത്തിൽ കൂലി അതേപോലെ തന്നെ ഇല്ല. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ ചെയ്തത്. റസൂൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ചെയ്യാൻ അനുവദനീയമായത്. ഇനി ഒരു മസലയുണ്ട്, ശ്രദ്ധിക്കേണ്ട മസലയാണ്. ഉറക്കം വന്നാ ഇല്ല, ഇപ്പോൾ 9 മണി ആയിട്ടേ ഉള്ളൂ, 5 മിനിറ്റ്. ഈ മസല പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വയജൂസു അനുവദനീയമാണ്. അയ്യഖിഫ നിൽക്കൽ, ഹാഫിയൻ ചെരുപ്പ് ഇല്ലാതെ, ചെരുപ്പില്ലാതെ. കമാ യജൂസു ലഹു അൻ യുസല്ലിയ മുൻതഇല ചെരുപ്പിട്ട് നിസ്കരിക്കുന്നവനെ പോലെ ചെരുപ്പില്ലാതെയും നിസ്കരിക്കാം. ഇതുപോലെ
ചെരുപ്പിട്ട് നിസ്കരിക്കുന്ന പോലെ. അപ്പോൾ രണ്ടിലും അസലുണ്ട്. ചെരുപ്പ് ഇട്ടിട്ട് നിസ്കരിക്കാം, ചെരുപ്പ് ഇടാതെയും നിസ്കരിക്കാം. ഇപ്പോൾ ഖബർസ്ഥാനിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. കാരണം വൽ അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യുസല്ലിയ താറത്തൻ ഹാക്കദ വതാറത്തൻ ഹാക്കദ, ഇടയ്ക്ക് ചെരുപ്പ് ഇട്ട് നിസ്കരിക്കണം, ഇടയ്ക്ക് ചെരുപ്പ് ഊരിയിട്ട് നിസ്കരിക്കണം. എവിടെ? പള്ളിയിലെ കാർപ്പറ്റിൻ്റെ കഥയല്ലേ? മസാല അങ്ങനെയുണ്ട്, പറഞ്ഞ് നേരെ കയറി പോയാൽ പിടിച്ച് പുറത്താക്കും. അതല്ല പറഞ്ഞ് പുരക്കുന്നുള്ള നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈ സുന്നത്ത് ഹയാത്താക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജൂതന്മാർക്ക് എതിരാവണം, അവർ ചെരുപ്പ് ധരിക്കാതെയാണ് ഇബാദത്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെരുപ്പ് ധരിച്ച് നിസ്കരിച്ചിട്ട് അതിനെതിരെ കാണിക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം, യാത്ര, ട്രെയിനിൽ, എയർപോർട്ടിൽ, ഫ്ലൈറ്റിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഷൂവിലിട്ടിട്ട് നിസ്കരിക്കാം. അങ്ങനെ തന്നെ സമ്മേളനത്തിൽ നിസ്കരിക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ചെരുപ്പ് ഷൂ നമ്മൾ ഊരേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നിസ്കരിക്കാം. എന്തുണ്ടായാൽ മതി? വുദുവും ശുദ്ധിയും. ഇതും നജസിന് ശുദ്ധിയായിരിക്കണം. ചെരുപ്പിൽ നജസുണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത്ര ശ്രദ്ധിച്ചാൽ മതി. മതി ഹുഫ വുദുവിൻ്റെ മസാലയിൽപ്പെട്ടതാണ്. ഹുഫയോ ഷോക്സോ ഷൂവോ ബൂട്ടോ എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ തിളവിയാൽ മതി. വേണ്ട, അതാ പറഞ്ഞത്, അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്യണ്ട. ആ അങ്ങനെ ആൾക്കാർ ചെയ്യും, പക്ഷെ അതിൻ്റെ കാര്യമില്ല. ഫർദ് വരെ ചെരുപ്പിട്ട് നിസ്കരിക്കാമെങ്കിൽ പിന്നെ മയ്യത്തിൻ്റെ കഥ പറയാനുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്. ഇടയ്ക്ക് ചെരുപ്പിട്ടിട്ടും നിസ്കരിക്കണം, ആ സുന്നത്ത് ഹയാത്താക്കണം. അതായത് ഹസ്ബമാ തയസ്സർ ലഹു, എങ്ങനെയാണോ ഓനി ആ സമയത്ത് എളുപ്പം അങ്ങനെ. അതായത് നിസ്കരിക്കാനായിട്ട് ചെരുപ്പിടുവും വേണ്ട, നിസ്കരിക്കാനായിട്ട് ചെരുപ്പ് ഊരുവും വേണ്ട. എന്താണോ അവൻ്റെ അവസ്ഥ അങ്ങനെ നിസ്കരിക്കണം. അത് അനുവദനീയം ആണ്. ഇല്ലാലി അംബിൻ ആരിദിൻ, പക്ഷെ ഊരേണ്ട ഒരു സാഹചര്യം വന്നു. ഈ പറഞ്ഞ പോലെ പള്ളി കയറാനും വൃത്തിയുള്ള സ്ഥലത്തും അവിടെ ഒരിക്കലും ഇടേണ്ട ഒരു സാഹചര്യം വന്നു, ഇട്ടിട്ട് തന്നെ നിസ്കരിക്കണം. അവിടെ എന്ത് ചെയ്യണ്ട? ഊരേണ്ട കാര്യം ഇല്ല. ഇനി പ്രധാനപ്പെട്ട മസാല വഇദാ നസഅഹുമാ, ഇനി അവൻ ചെരുപ്പ് ഊരിയാൽ എവിടെ വെക്കണം? ഫലാ യദഅഹുമാ അൻ യമീനിഹി, അവൻ്റെ വലതു ഭാഗത്ത് ചെരുപ്പ് വെക്കാൻ പാടില്ല. ഊരിയ ചെരുപ്പ് വലതു ഭാഗത്ത് വെച്ചുകൂടാ. വഇന്നമാ അൻ യസാരിഹി, വെക്കേണ്ടത് എവിടെയാ? ഇടതു ഭാഗത്ത്. ഇദാ ലം യകുൻ അൻ യസാരിഹി അഹദുൻ യുസല്ലി, ഇടതു ഭാഗത്ത് ആരും നിന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ, ഇടതു ഭാഗത്ത് ആരും ഇല്ലെങ്കിൽ ഇടതു ഭാഗത്ത് വെക്കണം, വലതു ഭാഗത്ത് വെക്കാനേ പറ്റൂല. ഇനി ഇടതു ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ വദഅഹുമാ ബൈന റിജ്ലൈഹി, രണ്ട് കാലിൻ്റെ ഇടയിൽ വെക്കണം, മുമ്പിൽ വെച്ചുകൂടാ. ബാക്കിൽ വെക്കാം, പ്രശ്നമില്ല. പക്ഷെ അത് ബാക്കിൽ നിൽക്കുന്നതിന് മുമ്പിലാവൂലേ? അപ്പോൾ നമ്മളെ കാലിൻ്റെ ഇടയിൽ വെക്കുക. ഹറമിലൊക്കെ പോയാൽ പലപ്പോഴും കാണുന്നത് നേരെ മുമ്പിലാണ്, ചെരുപ്പിലേക്ക് നിന്നിട്ട് ശരിയല്ല. ഇത് ഈ മസല വായിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ പിന്നെ മക്കത്ത് ഹറമി പള്ളിക്ക് പുറത്താണ് പോയിട്ട് മസല വിരിച്ചിട്ട് ചെരുപ്പ് വെച്ചിട്ട് നിസ്കരിക്കും. ഒരു മിശ്രി, ഇതെന്താണ് ശരിക്കും ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ട, ചെരുപ്പിലേക്കല്ല. ഞാൻ പറഞ്ഞു ചെരുപ്പല്ല, അതിനെന്താ പ്രശ്നം തൊട്ട് ഞാനും കളിച്ച് വന്നു. പിന്നീട് ഇത് വായിക്കുമ്പോഴാണ് ഈ മസല കാണുന്നത്. മൂപ്പരാ പറഞ്ഞതായിരുന്നു ശരി. എന്നാലും അതന്നെ അത് ശരിയല്ല. നമ്മളെ കാലിൻ്റെ ഇടയിൽ, അതാണ് ശരിക്കുള്ള സ്ഥലം. നമ്മളെ രണ്ട് കാൽപാദത്തിൻ്റെ ഇടയിൽ ചെരുപ്പ് വെക്കുക. ഒന്നുകിൽ ഇടതു ഭാഗത്ത്, അവിടെ ആളുണ്ടെങ്കിൽ നമ്മളെ കാൽഭാഗത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിസ്കരിക്കുക. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ ഒരുവിധ ആളുകളെല്ലാം ചെയ്തൊരു കാര്യമാണ് ഈ മൊബൈല്, ചാവി, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുപ്പി. ഇപ്പോൾ പള്ളി നിസ്കരിക്കുന്നതാണെങ്കിൽ എല്ലാവരും മുമ്പിൽ ഈ സാധനം ഉണ്ടാവും. ശരിക്കും ശരിയാണ്. വെക്കുന്നതിനെ കൊണ്ട് നിസ്കാരത്തിന് കോട്ടമൊന്നുമില്ല. പക്ഷേ അത് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് രൂക്ഷമായി വിമർശിച്ച സംഗതിയാണ്. കാരണം നമ്മൾ നോട്ടം എങ്ങോട്ടാണ് പോകേണ്ടത് നിസ്കാരത്തിൽ? അതേ സ്ഥലത്തേക്കാണ്. നോട്ടം എങ്ങോട്ടാണ് പോവുക? അത് വെച്ചാൽ കവറ് മാറ്റാനായി. ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ്സിന് മുമ്പ് പുതിയ കവറ് വാങ്ങിയിടണം. ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ വരിക. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഖുശൂ ഇനി കോട്ടം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലെയിൻ, ഇപ്പം മുസല്ലയില്ലേ, ഇഷ്ടംപോലെ നല്ല ചിത്രപ്പണിയുള്ള മുസല്ല പൈസ കൊടുത്തിട്ട് വാങ്ങുക. ശരിക്കും അത് തെറ്റാണ്, ശരിയല്ല. മുസല്ല പ്ലെയിൻ ആയിരിക്കണം. നമുക്ക് ആ നോട്ടത്തിൽ ചിന്ത മാറാത്ത അവസ്ഥയിലുണ്ടാവണം. കാബൻ്റെയോ പള്ളിയിലോ തൂണെല്ലാം ഉണ്ടും കൈകെട്ടി നിന്നിട്ട്. വേറെ തറാവിഹക്കാണെങ്കിൽ ഇമാം ഇങ്ങനെ ഓതുകയല്ലേ, നമുക്കൊട്ട് അറിയില്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ തൂണെല്ലാം എണ്ണി പള്ളിയിലെ മൂലയെല്ലാം നോക്കി ആകത്തില്ല. പ്ലെയിൻ, അതാണ് ഏറ്റവും നല്ലത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം.
ഈ തറാവിസ്കാരം നമ്മളവിടെ ചിലപ്പം ലോങ് ആയിട്ട് നമസ്കരിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടയർഡായിരിക്കുന്നുണ്ട് ഒരാൾക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമസ്കരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പോണ്ട, ക്ഷീണമുണ്ടെങ്കിൽ പോണ്ട. തറാവീഹ് നിസ്കാരം ഫർദല്ല, സുന്നത്താണ്. ഒരു പ്രശ്നമില്ല, വീട്ടിൽ നിസ്കരിച്ചാൽ മതി. പക്ഷേ കൂലിയുണ്ട്. പക്ഷെ ഇമാമിൻ്റെ ഉത്തരവാദിത്തമാണ് കുറച്ച് ഓതിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കി. ഇവിടെ ഇമാമിൻ്റെ ഹക്കാണ്. ഇനി മമ്മൂമിങ്ങളെല്ലാം പറഞ്ഞു ഉസ്താദ് ഓതിക്കോ, അല്ല ഫുൾ ഓതിക്കോളി. കുറേ ഓന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമാണെങ്കിൽ പോയി നിസ്കരിക്കണ്ട, പുറത്ത് നിസ്കരിച്ചാൽ മതി. കാരണം ഫർദല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ വാശി പിടിച്ച് നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പന സ്വന്തം ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷെ നിന്ന് നിസ്കരിച്ചാൽ കൂലി കിട്ടും, അത് വേറെ കാര്യം. ആ അതായത് ഒന്ന്, നമ്മൾ ആരെപ്പറ്റിയെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുകയോ മറ്റോ ചെയ്തു, ഒരു ഹക്ക് അങ്ങനെയായി, പിന്നെ ജീവിതത്തിൽ അയാളെ കാണുന്നില്ല. അപ്പം എങ്ങനെ നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കുക? പൈസ ഇടപാടാണെങ്കിലും എന്ത് ചെയ്യും? അതൊരു ഡേഞ്ചർ സംഗതിയാണ്. അവിടെ ഉലമാ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ സംഗതി എന്ന് വെച്ചാൽ തൗബ ചെയ്യുക. നമ്മൾ തൗബ ചെയ്യുക, അയാളുടെ പേരിൽ സദഖ ചെയ്യുക. നമുക്ക് കൂലിയില്ല, അതിൻ്റെ കൂലി കിട്ടുന്നത് അയാൾക്കാണ്. നമ്മളെന്ത് ചെയ്യുക? തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുക. അത് വെച്ചുകൊണ്ട് അള്ളാഹു മാപ്പ് തന്നാൽ മാപ്പ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം. ഭയങ്കര ഡേഞ്ചർ സംഗതിയാണ്. അയാളടുത്ത് പറയണം. പിന്നെ കണ്ടുമുട്ടിയാൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാനുണ്ടായിരുന്നു, കാണാത്തതുകൊണ്ട് ഞാൻ സദഖ ചെയ്തിട്ടുണ്ട്, അതുപോലെ പൊരുത്തപ്പെട്ട് തരൂലേ? അയാൾ വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ. തന്നെ അതിൽ കൂടുതൽ കൊടുക്കും, നമുക്ക് മാപ്പ് കിട്ടണ്ടേ, അതിനു വേണ്ടിയല്ലേ. രണ്ടാമത്തെ ചോദ്യം, ഒരു കൂട്ടത്തെ പ്രശ്നമല്ല, ഒരു കൂട്ടത്തെ പറ്റി പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയെ ക്ലിപ്തപ്പെടുത്തി പറഞ്ഞാലേ അത് ആ വ്യക്തിയോടുള്ള ഹക്കായിട്ട് കൂടുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാൽ വിഷയമല്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും തിന്മ കണ്ടാൽ എന്താ പറയുക? മാ ബാലു ഖൗമിൻ, ഒരു ജനതക്ക് എന്തു പറ്റി, അവരിങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചെയ്തോലെന്ത് തോന്നും, എന്നാ പറഞ്ഞത്. പക്ഷെ റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല, പേരെടുത്ത് പറഞ്ഞിട്ടും ഇല്ല. അത് പറയാം, ആ വിഷയം പറയാം, അതിൽ പ്രശ്നമില്ല. അല്ലാഹു ആലം. പിന്നെ അടുത്ത ആഴ്ചയിൽ ഒരു വലിയ പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താ അതിൻ്റെ പേര് എനിക്ക് വായിൽ വരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം, മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന് പറയുന്ന വിഷയത്തിലുള്ള ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാമാണ് വരുന്ന വെള്ളിയാഴ്ച. ഏത് ഹാളാണ്? KCT, സൽമാനിയയിലെ KCT ഹാള്, മനാമയില്. മനാമയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സൽമാനിയയിൽ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാമാണ്. നമ്മളിവിടെയുള്ള അറബികളായ പണ്ഡിതന്മാരുണ്ടാവും, നമ്മളെ പ്രിയപ്പെട്ട MM അക്ബർ സാഹിബ് ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റിതര സഹോദര മതസ്ഥരുടെ പെട്ട വ്യക്തികളൊക്കെ ഉണ്ടാവും. കാരണം അവർക്കെല്ലാം നമുക്ക് റസൂലുള്ളാഹി ആരാണെന്ന് അറിയിച്ചു കൊടുക്കണം, അതൊരു ചാൻസാണ്. അപ്പോൾ നമ്മൾ പരിപാടി ഒന്ന് ഉഷാറാക്കി വിജയിപ്പിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് നമ്മളെ കൊണ്ട് എങ്ങനെ അറിയിക്കാൻ പറ്റുമോ അങ്ങനെ അറിയിച്ചേ പറ്റുള്ളൂ. നമ്മളുടെ സാന്നിധ്യം എന്തായാലും വേണം. കഴിയുമെങ്കിൽ വരുമ്പം കൂടെ രണ്ടാളെ കൂട്ടി വരാൻ പറ്റിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ദഅവത്താണ്. അതുകൊണ്ട് മനസ്സിലുണ്ടാവണം. അടുത്ത വെള്ളിയാഴ്ച 28-ാം തീയതി കൃത്യമായും ഇൻഷാ അല്ലാഹ് എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം. പിറ്റേന്ന് ശനിയാഴ്ച MM അക്ബർ സാഹിബിനെ അറിയല്ലോ, മംഗലാപുരത്തുള്ള അക്ബർ സാഹിബ് മനസ്സിലായില്ലേ? അദ്ദേഹം വരുന്ന സ്ഥിതിക്ക് നമ്മൾ അന്യമതസ്ഥർക്ക് കൂടി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അതല്ല നിരീശ്വരവാദികളോ അങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ. നമ്മൾ പരിചയത്തിലുള്ളവരെ ഒന്ന് വിളിക്കുക, ക്ഷണിക്കുക. ഒരു ചാൻസ് ഉണ്ട്, ഒരു അവസരമുണ്ട്, നിങ്ങൾ വരും. ഒരു 50 നമ്മൾ ഹാജരാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.